നാരായണ 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 ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ഓ ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ മാനാതീതഗുണാകര സുമനസാമഗ്രേ സരശ്രീപതി ധ്യാനാവസ്ഥിതമാനസപരിണത പ്രജ്ഞപ്രകൃഷ്ടാശയ നാനാശാസ്ത്രവിശാരദാ പ്രണിപതൽഭക്തവ്രജൈരാവൃത ജ്ഞാനാനന്ദയതീശ്വരോ വിജയത്തെ സൗജന്യരത്നാകര മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ ബാലകൃഷ്ണം പരം ഗുരും വാഗീശാദ്യാസു മനസാം സർവാർത്ഥാനാമുപക്രമേയം നത്വാ കൃതകൃത്യാ സ്വിസ്തം നമാമി ഗജാനനം ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീമക്ഷമാലാ ദദാനാം ഹസ്തേനൈകേന പത്മം സ്ഥിതമഭിജസുഖം പുസ്തകം ചാപരേണ ഭാസാം കുന്ദേന്ദുശംഖസ്ഫടികമണിനിഭാ ഭാസമാനാ സമാന സാമേ വാഗ്ദേവദേയം നിവസതു വദനേ സർവധാ സുപ്രസന്ന ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ ഓം ജന്മാദ്യസ്യേതോന്വയാലിതരതച്ഛർത്തേഷ്വഭിജ്ഞസ്വരത്തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി ധർമ്മ പ്രോജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുദ്ധ്യതേ പ്രകൃതി ശുശ്രൂഷുഭിത്തൽക്ഷണാൽ നിഗമകൽപതരോർഗളിതം ഫലം ശുഭമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ നാരായണം നമസ്കൃത്യ നരം ജൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയൽ യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹ കാതര ആജുഹാവാ പുത്രേരി തന്മയതയാദര ഭൂപിനേതുസ്തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി യസ്വാനുഭാവമഖില ശ്രുതിസാരമേകമധ്യാത്മദീപമതിഥിതീർത്ഥതാന്തമോന്ധം സംസാരിണാം കരുണയാഹ പുരാണകൂക്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം
മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതത്വന്വന്തി ദിവ്യൈസ്തവൈർവേദൈ സാംഗപദക്രമോപനിഷദൈർഗായന്തി യം സാമഗാഃ ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തന്ന വിദുസുരാസുരഗണ ദേവായ തസ്മൈ നമഃ കോമളം പൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ പാസതാംബുരതോ മമ ഭൂതൈർമഹദ്ഭിജയിമാ പുരോ വിഭും നിർമ്മായ ചേതേതമോഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം വിശിഷ്ട ഭഗവാൻ ഭജാംസി മേ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹര ഹര നമ പാർവതീപതയേ ഹര ഹര മഹാദേവ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീകൃഷ്ണായ നമോ നമ. സജ്ജനങ്ങൾക്ക് എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധത്തില് കഴിഞ്ഞ ദിവസം നമ്മൾ ഹംസാവതാരത്തെ കുറിച്ചാണ് അനുസ്മരിച്ചത്. ഭഗവാൻ ഹംസസ്വരൂപിയായിട്ട് അവതരിച്ച സനകാദി മഹർഷിമാർക്ക് യോഗരഹസ്യത്തെ ഉപദേശിച്ചു എന്നാണ്. അപ്പോഴാണ് ഏത് കാലത്താണ് അത് ഉപദേശിച്ചത്, പിന്നെ ആ ഉപദേശത്തിന്റെ കാതൽ എന്താണ് എന്നൊക്കെയാണ് പിന്നെ ചോദിക്കുന്നത്. അപ്പോഴാണ് ഭഗവാൻ അതിൻ്റെ ആ സാഹചര്യത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. സനകാദി മഹർഷിമാര് മനസ്സ് ഏത് പ്രകാരത്തിലാണ് ഈശ്വരനിൽ ഉറക്കുക, അതായത് ഈ അന്ധക്കരണം ഗുണങ്ങളോടുകൂടി ചേർന്നിട്ടാണ് എപ്പോഴും നിൽക്കുക. ഈ അന്ധക്കരണത്തിൽ നിന്ന് ഗുണങ്ങൾ ഇല്ലാണ്ടായാലേ മനസ്സ് പൂർണ്ണമായിട്ട് ഈശ്വരനിലെ ആത്മാവിലെ ലയിച്ച് ഒന്നായിട്ട് ആത്മനിഷ്ഠനായിട്ട് തീരാനായിക്കൊണ്ട് കഴിയുള്ളൂ. അപ്പോ മനസ്സും ഗുണങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കണ നിലയ്ക്ക് മനസ്സില്ലെങ്കിൽ ഗുണങ്ങളില്ല, ഗുണങ്ങളില്ലെങ്കിൽ മനസ്സും ഇല്ല. അപ്പൊ ഇതിനെ എങ്ങനെയാണ് ഈ അന്ധക്കരണത്തിൽ നിന്ന് ഗുണങ്ങളെ ഇല്ലാണ്ടാവുക, ഗുണങ്ങളെ അതിൽ നിന്ന് നിവർത്തിപ്പിക്കുന്നത് എങ്ങനെയാണ്? അപ്പൊ ആ കാര്യം ഇവിടെ ഭഗവാൻ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഗുണങ്ങളോ അന്ധക്കരണമോ ഒന്നും അല്ല ബന്ധത്തിനും ദുഃഖത്തിനും കാരണമായിട്ടിരിക്കുന്നത്. ബന്ധവും ദുഃഖവും അനുഭവിക്കുന്നത് ഗുണങ്ങളും അല്ല അന്ധക്കരണവും അല്ല, പിന്നെ ജീവനാണ്. അതുകൊണ്ട് ഗുണങ്ങൾക്കും അന്ധക്കരണത്തിനും അല്ല ജ്ഞാനവും മുക്തിയും കിട്ടേണ്ടിയിരിക്കുന്നത്, ജീവനാണ്. ഈ അന്ധക്കരണവും ഗുണങ്ങളും രണ്ടും ജീവന്റെ ഉപാധികൾ മാത്രമാണ്. അപ്പൊ ജീവൻ ശുദ്ധനാവണമെങ്കിൽ എന്ത് വേണം? വസ്തുത ഈ ഉപാധികളെ വിടണം. ഈ അന്ധക്കരണവും മനസ്സുമാകുന്ന രണ്ട് ഉപാധികളെയും വിട്ട് നിരുപാധികനായിട്ട് തീരണം. അപ്പൊ അന്ധക്കരണ ശുദ്ധി എന്ന് പറയുന്നതിന്റെ സ്വരൂപം ആ ഗുണങ്ങളും അതായത് ആ അന്ധക്കരണവും ഗുണങ്ങളും രണ്ടും ജീവൻ ഉപാധി ആയതുകൊണ്ട് രണ്ടുപാധികളെയും വിട്ട് ജീവൻ നിരുപാധികനായിട്ട് തീരുന്നതിനെയാണ് അന്ധക്കരണ ശുദ്ധി എന്ന് പറയുന്നത്. അത് എന്നാൽ ഈ സ്വരൂപത്തെ അറിയാൻ കഴിയാത്ത അജ്ഞാനിയോടാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത് എന്ന കാരണത്താൽ എളുപ്പത്തില് അവനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നു, ഗുണങ്ങൾ അകലലാണ് അന്ധക്കരണ ശുദ്ധി എന്ന് പറയുന്നത് എന്നാണ്. അങ്ങനെ പറയുന്നത് തെറ്റൊന്നുമല്ല. അറിവുണ്ടാകുമ്പോ കാര്യം മനസ്സിലാവും. എങ്ങനെ പറഞ്ഞാലും ഈ അറിവുണ്ടാകുമ്പോ മാത്രമേ കാര്യം മനസ്സിലാകുള്ളൂ. ഇതാണ് സനകാദികളുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞു കൊടുത്തത്. പിന്നെ മനസ്സിന്റെ സ്വരൂപത്തെ വിവരിച്ച് പറഞ്ഞു കൊടുത്തു. മനസ്സ് തന്നെയാണ് സംസാരം. മനസ്സ് അടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പ്രപഞ്ച ഭാവനയൊന്നുമില്ല, പ്രപഞ്ചം അടങ്ങി. അതൊക്കെ നമ്മുടെ അനുഭവത്തിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ മനസ്സിന്റെ ലയമാണ് സംസാരത്തിന്റെ ലയം എന്ന് പറയാൻ കാരണം അതാണ്. മനസ്സാണല്ലോ ഈ സുഖദുഃഖങ്ങൾക്കൊക്കെ കാരണമായിട്ടിരിക്കുന്നത്. മനസ്സിൽ തോന്നുന്ന മനസ്സും മായയും കൂടെ ചേർന്നിട്ട് പ്രവർത്തിച്ച ഫലമാണ് ഈ പ്രപഞ്ചവും പ്രപഞ്ചഭാവനയും ഒക്കെ. അപ്പൊ ഈ ഗുണങ്ങളുടെ വികാസം കൊണ്ട് മനസ്സ് പ്രക്ഷുബ്ധമായിട്ട് എപ്പോഴും നിൽക്കുന്നതാണ്. കാരണം ഈ കടലിലെ തിരമാലകൾ പോലെ
ഈ പ്രക്ഷുബ്ധമായിട്ടുള്ള മനസ്സിൽ ധാരാളം സങ്കല്പങ്ങള് പൊന്തിയും താണും കൊണ്ടിരിക്കും. എപ്പോഴെങ്കിലും നമുക്ക് നമ്മുടെ മനസ്സിനെ ഒന്ന് നിയന്ത്രിക്കാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്കൂ. മനസ്സിൽ ഒരു ചിന്തയും വരാത്തൊരവസ്ഥയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ വയ്യ. കാരണം ആ ഒരു ചിന്തയും മനസ്സിൽ വന്നിട്ടില്ലെങ്കിൽ ഒന്നുകിൽ ചിന്ത, അല്ലെങ്കിൽ മനസ്സിൽ ചിന്തയില്ലെങ്കിൽ ഉറക്കം. അപ്പൊ ഇവിടെ ആ നാനാതരത്തിലുള്ള സങ്കല്പങ്ങള് പൊന്തിത്താണുകൊണ്ടിരിക്കുകയാണ് മനസ്സില്. ഈ ആ മനസ്സിലെ ഈ സങ്കല്പങ്ങൾ വരുമ്പോ നമ്മുടെ ഉള്ളിലുള്ള ഏകമായിട്ടുള്ള അദ്വിതീയമായിട്ടുള്ള ജ്ഞാനം അല്ലെങ്കിൽ ആത്മാവിന്റെ ഭാവം മനസ്സിന്റെ വിവിധ സങ്കല്പങ്ങളോട് കൂടിച്ചേർന്ന് അത് മൂന്ന് സ്വരൂപത്തിലായിട്ട് തീരുകയാണ്. ഈ മൂന്ന് സ്വരൂപത്തിന് തന്നെയാണ് ശാസ്ത്രത്തിലെ അവസ്ഥാത്രയം എന്ന് പറയുന്നത്. ജാഗ്രതും, സ്വപ്നവും, സുഷുപ്തിയും. ഇതില് ജ്ഞാതാവും ഭോക്താവുമായിട്ടുള്ള ജീവന് എപ്പോഴും മാറ്റമില്ല. എങ്കിലും അവസ്ഥാ വ്യത്യാസം കൊണ്ടും സങ്കല്പ വ്യത്യാസം കൊണ്ടും ഈ ജ്ഞാനവും ബോധ്യവും മാറിക്കൊണ്ടിരിക്കും. ജീവൻ ഈ അവയിലൊക്കെ ഭ്രമിച്ച് തന്നെ മറന്ന് സംസാരിയായിട്ട് തീരുകയാണ്. അപ്പൊ ഈ അവസ്ഥാത്രയത്തെ വേണ്ടതുപോലെ നിരൂപിച്ചറിയുന്ന ഒരാളുടെ ആ സംസാര ഭാവം അതുകൊണ്ട് തന്നെ നീങ്ങും. അതായത് വളരെ വേഗത്തിൽ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഇരുമ്പ് ചക്രം എങ്ങനെയാണോ വിവിധമായിട്ടുള്ള വർണ്ണങ്ങളെ സൃഷ്ടിക്കുന്നത്, അതുപോലെ മനസ്സാകുന്ന മഹാകാലചക്രത്തിന്റെ തടുക്കാൻ കഴിയാത്ത വേഗത്തോടു കൂടിയ തിരിച്ചലില് പലതും ഉണ്ടാകണു. നാമരൂപങ്ങളും ദേശകാലങ്ങളും കർത്തൃത്വ ഭോക്തൃത്വങ്ങളും അവസ്ഥകളും എന്ന് വേണ്ട പലതും. അങ്ങനെ അത്യന്തം ചഞ്ചലമായിട്ടുള്ള മനസ്സ് ചലനം കൊണ്ട് തന്നെ പലതിനെയും സൃഷ്ടിക്കുകയാണ്. ചപലമായിട്ടുള്ള മനസ്സിന്റെ സങ്കല്പ സ്വരൂപങ്ങളില് ഭ്രമം കൊണ്ട് വരയാതെ അതിൽ നിന്ന് ശ്രദ്ധയെ വലിച്ചെടുത്തിട്ട് താനാകുന്ന ആത്മസ്വരൂപത്തെ അനുസന്ധാനം ചെയ്യാൻ തുടങ്ങുമ്പോൾ മനസ്സും അതിന്റെ സങ്കല്പങ്ങളും കുറേശ്ശെയായിട്ട് ലയിക്കാൻ തുടങ്ങും. ഇപ്പോ തൻ്റെ കളി കണ്ട് രസിക്കാൻ ആളില്ലാണ്ടാകുമ്പോ ഇന്ദ്രജാലക്കാരൻ കളി നിർത്തുന്നത് അപ്രകാരമാണോ, അതുപോലെ കണ്ടു രസിക്കാനും പങ്കുകൊള്ളാനും ആളില്ല എന്ന് വരുമ്പോ മായയും തൻ്റെ കളി അവസാനിപ്പിക്കും. മായയുടെ കളിയാണ് മനസ്സിന്റെ ചലനവും സങ്കല്പങ്ങളും ഒക്കെ. അപ്പൊ ജീവൻ അതിൽ അശ്രദ്ധനായി ആത്മസന്ധാനം ചെയ്യാൻ തുടങ്ങിയാൽ ഈ കാണുന്ന ഭാവങ്ങളിൽ, മായയുടെ ഭാവങ്ങളിൽ ശ്രദ്ധ കൊടുക്കാതിരിക്കുക, ആത്മാവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അങ്ങനെ ആത്മസന്ധാനം ചെയ്യാൻ തുടങ്ങുമ്പോഴോ ആ മായയുടെ കളി കാണാൻ ആളില്ലാണ്ടാവും. അപ്പോഴോ കുറേശ്ശെയായിട്ട് കുറഞ്ഞു കുറഞ്ഞു വന്ന് അവസാനം കേവലം ഇല്ലാണ്ടാവുകയും ചെയ്യുന്നതാണ്. നോക്കൂ, ഈ ശരീരം തന്നെ ഇല്ലാത്തതാണെങ്കിൽ ശരീരാഭിമാനവും ശരീരാഭിമാനം നിമിത്തം ശരീരധർമ്മങ്ങളും അവയിലുള്ള സുഖദുഃഖങ്ങളും അത് ഇല്ലാത്തതാണ് എന്ന് നമുക്ക് ബോധിച്ചുകൂടെ? അതൊരു ഭ്രമം മാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ മനസ്സിന്റെ ചഞ്ചലത്വമാണ് അതിനൊക്കെ കാരണം. അപ്പൊ പറഞ്ഞു ഉദ്ധവനോട്, ഉദ്ധവ, ആ മനസ്സിനെ ശാന്തമാക്കുക. മനസ്സടങ്ങിയാൽ പിന്നെ സംസാരം എന്ന ഒന്നില്ല. അപ്പൊ മനസ്സിനെ അടക്കലാണ് യോഗം എന്നാണ് പറഞ്ഞു കൊടുത്തത്. അപ്പൊ ചോദിച്ചു ഉദ്ധവൻ, ഭഗവാനെ, എളുപ്പത്തിൽ മനസ്സടങ്ങാനുള്ള അനുഷ്ഠാനം എന്താണ്? അതും കൂടി ഒന്ന് പറഞ്ഞു തരണം. പലരും പല ഭാവത്തിലാണ് ഈ മനസ്സടങ്ങാനുള്ള അനുഷ്ഠാനങ്ങളെ അല്ലെങ്കിൽ വേദത്തിന്റെ താല്പര്യത്തെ ഓരോ രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ പ്രമാണം എന്താണ്? എളുപ്പത്തില് ആ മനസ്സടങ്ങി ആത്മസാക്ഷാത്കാരം സിദ്ധിക്കാനുള്ള വഴി എന്നെ പോലുള്ള ആൾക്ക് അതെങ്ങനെയാ നേടാൻ പറ്റുക? അതൊക്കെ ഒന്ന് വിസ്തരിച്ച് പറഞ്ഞു തരണം എന്നാണ്. അതായത് വേദത്തില് ശ്രേയസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ മനസ്സിനെ അടക്കി ആത്മാവിൽ ഉറപ്പിക്കൽ തന്നെയാണ് ശ്രേയസ്. അത് പക്ഷെ വേദത്തിൽ പറഞ്ഞ ശ്രേയസ് പല ആചാര്യന്മാരും പല ഭാവത്തിലാണ് പറയുന്നത്. അപ്പൊ എന്താണ് അതിൻ്റെയൊക്കെ ഭാവം? ഏറ്റവും വലിയ ശ്രേയസ് എന്താണ്? അതൊക്കെയാണ് പറഞ്ഞു തരണമെന്ന് ആവശ്യപ്പെടുന്നത്. അപ്പൊ ഇവിടെ കഴിഞ്ഞ അധ്യായത്തില് മനസ്സിനെ അടക്കലാണ് അത്യാവശ്യമായിട്ട് വേണ്ടത്. മനസ്സടങ്ങാൻ ഭക്തി കൊണ്ട് മനസ്സടങ്ങും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ ഭക്തി യോഗത്തിന്റെ സ്വരൂപത്തെ കുറിച്ചും കൂടെ ഒന്ന് വ്യക്തമാക്കി തരണം എന്നൊക്കെയാണ്. അതാണ് ഇനി 14-ാമത്തെ അധ്യായത്തില് ഭക്തിയുടെ മഹത്വവും അതുപോലെ ധ്യാനയോഗ വർണ്ണന, ശ്രേയസിനെ കുറിച്ച് വർണ്ണിക്കുകയാണ്. ഉദ്ധവൻ ചോദിച്ചു ഭഗവാനോട്, വദന്തി കൃഷ്ണ ശ്രേയാംസി ബഹൂനി ബ്രഹ്മവാദിന തേഷാം വികൽപ പ്രാധാന്യം ഉദാഹോ ഏകമുഖ്യത. പറയുന്ന ഭഗവാനെ, വേദങ്ങളുടെ താല്പര്യത്തെ പ്രതിപാദിക്കുന്നവര്
ശ്രേയസിനെ പല വിധത്തിൽ പറയുന്നുണ്ട്. വേദം പഠിച്ച ആളുകൾ ഒരുപാടുണ്ട്. അവയില് ഇഷ്ടാനുസരണം ഓരോന്നിനും പ്രാധാന്യമുണ്ടോ? അതായത് വേദത്തിന്റെ താല്പര്യം അറിയുന്ന ആളുകൾ, വേദം പഠിച്ച ആളുകൾ അനവധിയുണ്ട്. അവരൊക്കെ ഓരോ സമ്പ്രദായത്തിലാണ് വേദത്തിന്റെ താല്പര്യത്തെ കുറിച്ച് പറയുന്നത്. ഇവയില് ഓരോന്നിനും പ്രത്യേക പ്രാധാന്യമുണ്ട്. അത് ഒന്ന് മാത്രം മുഖ്യമാണോ? ഭവതോദാഹൃത സ്വാമിൻ ഭക്തിയോഗ അനപേക്ഷിത നിരസ്യ സർവതസംഗം മിഹനത്വയ്യ അഭിഷേന്മന. പറയണം ഭഗവാനെ, ശ്രേയസിനെ പ്രതിപാദിക്കുന്ന വേദങ്ങള് ആ പല വിധത്തില് ശ്രേയസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരാളുടെ അഭിപ്രായമല്ല മറ്റൊരാളില്. അപ്പോ ആ എല്ലാവരും പറയുന്ന അഭിപ്രായത്തിന് പ്രമാണം വേദമാണ് താനും. അപ്പൊ അവയ്ക്കൊക്കെ തുല്യ പ്രാധാന്യം ഉണ്ടോ? അതോ ഏതെങ്കിലും ഒന്നിനാണോ കൂടുതൽ ശ്രേഷ്ഠത? മറ്റൊന്നിനെയും അപേക്ഷിക്കാതെ, അതായത് മറ്റൊന്നിന്റെയും അപേക്ഷയില്ലാത്തതും സ്വതന്ത്രമാണ് ഭക്തിയോഗം എന്ന് പറയുന്നുണ്ട്. അപ്പോ ആ ഭക്തി കൊണ്ട് മനസ്സിനെ നിസ്സംഗമാക്കി തീർത്ത് ഭഗവാനിൽ നിശ്ചലമായിട്ട് ഉറപ്പിക്കാൻ കഴിയും എന്ന് ഭഗവാനെ അവിടുത്തെ ഉപദേശം കൊണ്ട് എനിക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ആ പ്രസ്തുത ഭക്തിയോഗത്തിന്റെ സ്വരൂപത്തെ വിസ്തരിച്ച് ഉപദേശിച്ചു തരണം എന്ന് ഉദ്ധവൻ ആവശ്യപ്പെട്ടപ്പോ ഇനി ഭഗവാൻ അതിന് മറുപടി പറയുകയാണ്. ശ്രേയസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ പറഞ്ഞത്? ഈ വേദങ്ങള് യസ്യ നിശ്വസിതം വേദങ്ങൾ ഈശ്വരന്റെ തന്നെ സ്വരൂപങ്ങളാണ്. ഭഗവാന്റെ നിശ്വാസമാണ് വേദം എന്നൊക്കെയാണ് ശാസ്ത്രം പറയുക. അതില് കാലേന നഷ്ട പ്രളയേ വാണിയം വേദസംഹിത മയാദോ ബ്രഹ്മണേ പ്രോക്ത ധർമ്മോ യസ്യാമതാത്മക. ഈ വേദങ്ങൾ ഈശ്വരനായിട്ടുള്ള എൻ്റെ തന്നെ വാക്യങ്ങളാണ് ഉദ്ധവ. മനസ്സിനെ ആത്മസ്വരൂപനായിട്ടുള്ള എന്നില് ദൃഢമായിട്ട് ഉറപ്പിക്കുക. അപ്പൊ ഈ മനസ്സ് ആത്മാവിൽ ദൃഢമായിട്ട് ഉറയ്ക്കുന്ന അവസ്ഥയുടെ അല്ലെങ്കിൽ ആ ഭാവത്തിന്റെ പേരാണ് ഭാഗവത ധർമ്മം. ആ ഭാഗവത ധർമ്മമാണ് വേദങ്ങളിലൊക്കെ പ്രകാശിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ വേദത്തിന്റെ സമ്പ്രദായം എന്താണ്? മനസ്സ് ഈശ്വരനിൽ ഉറയ്ക്കുക. മനസ്സ് ഈശ്വരനിൽ ഉറച്ചാൽ പിന്നെ ആ ജീവന് പ്രവൃത്തിയൊന്നും ബാധകമില്ല, ഒരു കർമ്മങ്ങളും ഇല്ല. എല്ലാ കർമ്മങ്ങളെയും ഉപേക്ഷിച്ച് ആ നിവൃത്തിപരമായിട്ട്, അതായത് വേദത്തിന്റെ താല്പര്യം നിവൃത്തിയാണ്, പ്രവൃത്തിയല്ല. മനസ്സ് ഈശ്വരനിൽ ഉറയ്ക്കുമ്പോൾ ജീവൻ എല്ലാ കർമ്മങ്ങളിൽ നിന്നും നിവൃത്തിയെ പ്രാപിക്കും. അതോടുകൂടി ജീവന്റെ യഥാർത്ഥ സ്വരൂപം അല്ലെങ്കിൽ ബ്രഹ്മഭാവം അല്ലെങ്കിൽ ആനന്ദം അനുഭവിക്കാനും തുടങ്ങും. അപ്പോ ആ ഭാഗവത ധർമ്മങ്ങളാണല്ലോ അതിൽ വേദത്തിൽ പ്രകാശിപ്പിച്ചിരിക്കുന്നത്. തേന പ്രോക്ത അജപുത്രായ മനവേ പൂർവജായസ തതോ ഭൃഗ്വാദയോ ഗൃഹ്ണൻ സപ്തബ്രഹ്മമകർഷയ. സൃഷ്ടിയുടെ ആരംഭത്തില് ഇവിടെ പറയണ ഭഗവാൻ ഞാൻ തന്നെയാണ് സങ്കല്പശക്തിയിലൂടെ തേനേ ബ്രഹ്മഹതായ ആദികവയെ എന്ന് പറയുന്നുണ്ടല്ലോ മംഗള ശ്ലോകത്തില്. അപ്പൊ ഇവിടെ ഭഗവാൻ അതിനെ തന്നെ ഒന്ന് സൂചിപ്പിക്കുകയാണ്. ഞാൻ സങ്കല്പശക്തിയിലൂടെ ബ്രഹ്മദേവന് വേദത്തെ ഉപദേശിച്ചു എന്നാണ്. അങ്ങനെ ബ്രഹ്മാവിന് ഭഗവാൻ ഉപദേശിച്ചതായിട്ടുള്ള വേദം ബ്രഹ്മാവ് തൻ്റെ ആ പുത്രനായിട്ടുള്ള മനുവിന് ഉപദേശിച്ചു എന്നാണ്. മനുവിൽ നിന്ന് ഭൃഗു മരീചി, അതായത് ആ ആദ്യ ബ്രഹ്മദേവന് ഉപദേശിച്ച വേദത്തെ അദ്ദേഹം സ്വയംഭു മനുവിനും അങ്കിരസ് അത്രി ക്രതു പുലസ്ത്യൻ പുലഹൻ ഭൃഗു മരീചി എന്നീ ബ്രഹ്മർഷിമാർക്ക് ഉപദേശിച്ചു എന്നാണ്. അതായത് സപ്തഋഷിമാര്, 7 മഹർഷിമാര് ഈ വേദത്തെ ഗ്രഹിച്ചു എന്നാണ്. അതായത് ബ്രഹ്മാവിന്റെ ആദ്യത്തെ പുത്രനായിട്ടുള്ള മനുവിന് ഉപദേശിച്ചു. മനുവിൽ നിന്നാണ് ഭൃഗു മരീചി അത്രി അങ്കിരസ് പുലസ്ത്യൻ പുലഹൻ ക്രതു തുടങ്ങിയ 7 മഹർഷിമാര് വേദത്തെ ഗ്രഹിച്ചത്. അങ്ങനെ വേദത്തെ അറിഞ്ഞ അവര് ബ്രഹ്മഋഷിമാരായി, ബ്രഹ്മത്തെ അറിഞ്ഞവര് ബ്രഹ്മഋഷിമാരായിട്ട് തീർന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് സപ്ത ബ്രഹ്മഋഷിമാര് വേദം ഗ്രഹിച്ചു എന്ന് ഇവിടെ പറഞ്ഞത്. അത് കഴിഞ്ഞ് ഈ മഹർഷിമാരിൽ നിന്ന് തേഭ്യ പിതൃപിതൽപുത്ര ദേവദാനവഗുഹ്യകാ മനുഷ്യ സിദ്ധഗന്ധർവ സിദ്ധ സവിദ്യാധരചാരണ. പിന്നെ അവരിൽ നിന്ന് വേദം അതായത് ഒരുപാട് ആളുകൾ പിന്നെ ഗ്രഹിക്കുക. അതിനുശേഷം ദേവന്മാരും
അസുരന്മാര്, യക്ഷന്മാര്, സിദ്ധന്മാര്, ഗന്ധർവന്മാര്, വിദ്യാധരന്മാര്, ചാരണന്മാര്, കിന്തേവന്മാര്, കിന്നരന്മാര്, മനുഷ്യര്, അവരെല്ലാം ഈ മഹർഷിമാരുടെയും മനുവിന്റെയും പുത്രപൗത്ര പരമ്പരകളാണ്. അപ്പൊ അവരൊക്കെ തങ്ങളുടെ പിതാവിൽ നിന്നും അവരും വേദങ്ങളൊക്കെ പഠിക്കുകയാണ്. അങ്ങനെ യാഭിർഭൂതാനി വിദ്യന്തെ ഭൂതാനാം അതയസ്തത യഥാ പ്രകൃതി സർവേഷാം ചിത്രാവാച സ്രവന്തിഹി. ഇവിടെ എല്ലാവരും വേദം പഠിച്ചു, അതായത് ഈ പറഞ്ഞ ആളുകളൊക്കെ. പക്ഷേ സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങളുടെ ഏറ്റക്കുറവനുസരിച്ചിട്ടാണ് ലോകത്തില് ഓരോരുത്തരുടെയും സ്വഭാവത്തിന് വൈവിധ്യം കാണുന്നത്. സാത്വികന്മാര് മനസ്സിലാക്കുന്നത് പോലെയല്ല രാജസന്മാര് മനസ്സിലാക്കുന്നത്. താമസന്മാര് വേറൊരു പ്രകാരത്തിലാണ്. അപ്പൊ ഈ പഠിച്ച ആളുകളൊക്കെ ഓരോ ഗുണങ്ങളോട് കൂടിയവരാണ്. അപ്പോ അതാണ് ശ്രേയസിനെ, പഠിച്ചത് ഒരേ വേദമാണെങ്കിലും പഠിച്ച ആളുകൾ പല ആളുകളായതുകൊണ്ട് അവരൊക്കെ ഓരോ ഗുണങ്ങൾക്കും അധീനന്മാരായതുകൊണ്ടും ഗുണത്തിനനുസരിച്ച് അവർ കേട്ട കാര്യങ്ങളെ അവരുടെ മനസ്സിന്റെ നിലയ്ക്കനുസരിച്ചിട്ട് മനസ്സിലാക്കി. അപ്പോ ഒരാള് കേട്ടത് മനസ്സിലാക്കിയതുപോലെ ആവില്ല വേറൊരാൾ. അയാളുടെ മനസ്സിന്റെ ഭാവനയ്ക്കും ഗുണത്തിനും അനുസരിച്ച് അയാൾ മാറി ചിന്തിക്കും. അപ്പൊ അങ്ങനെയാണ് ഏകമായിട്ടുള്ള വേദത്തിന്റെ സമ്പ്രദായം അനവധിയായിട്ട് തീർന്നത് എന്ന് പറയുകയാണ്. വേദം ഒന്നാണെങ്കിലും അതിന്റെ താല്പര്യത്തെ പറയുന്നത് പല ആചാര്യന്മാരും പല ഭാവത്തിലാണ്. കാരണം അവരുടെ മനസ്സിന്റെ ആ ഏറ്റക്കുറച്ചൽ, അതായത് ഗുണങ്ങളുടെ ഭാവത്തിനനുസരിച്ചിട്ട് അവരതിനെ വിലയിരുത്തുന്നു. അതാണ് പലതാവാൻ കാരണം. അപ്പോ മനസ്സിലെ തമോ ഗുണത്തിന്റെ ആധിക്യം കൊണ്ട് ചില ആളുകൾ പാകണ്ഡ മതം പോലും അവലംബിക്കാൻ ഇടയായിട്ട് തീർന്നു എന്നൊക്കെയാണ് പറഞ്ഞു ഭഗവാൻ. അപ്പോ അങ്ങനെ പലതായിട്ട് അതായത് വർണ്ണിക്കുകയാണ് വേദങ്ങളെ. ഇപ്രകാരം ഏവം പ്രകൃതി വൈചിത്ര്യാത് വിദ്യന്തേ മതയോ നടാം പാരമ്പര്യേന കേശാഞ്ചിൽ പാകണ്ഡമതയോ വരെ. ഇങ്ങനെ ആ ഗുണങ്ങളുടെ ആ പ്രകൃതി വാസനകളുടെ നാനാത്വം ഹേതുവായിട്ട് ആ മനുഷ്യരുടെ ബുദ്ധിയും ഭിന്നമായിട്ടിരിക്കും. വാസനകൾക്കനുസരിച്ച് അഭിപ്രായങ്ങൾക്കും വ്യത്യാസം വന്നു. അതുകൊണ്ട് ഏകമായിട്ടുള്ള വേദം അനേകമായിട്ട് പരിണമിച്ചു. ചിലര് വേദത്തിൽ തന്നെ വിശ്വസിക്കാതെ വേദങ്ങൾക്ക് വിരോധമായിട്ട് പ്രവർത്തിച്ച് അവരെയൊക്കെ പാകണ്ഠന്മാര് എന്ന് പറഞ്ഞു ഭഗവാൻ. ഉദ്ധവ, എന്റെ മായി ഉണ്ടല്ലോ എല്ലാവരെയും മയക്കുന്നതാണ് എന്നാണ്. മന്മായ മോഹിതതിയാ പുരുഷ ഋഷഭ ശ്രേയോ വദന്തിനേകാന്തം യഥാകർമ്മ യഥാരുചി. അങ്ങനെ എല്ലാവരെയും മയക്കുന്നതാണ് എൻ്റെ മായ. അങ്ങനെ മയങ്ങിയവരാണ്, മായയിൽപ്പെട്ടവരാണ് അവരുടെ ബുദ്ധിക്കും ഇഷ്ടത്തിനും കർമ്മത്തിനും അനുസരിച്ചിട്ട് ശ്രേയസിനെ പലതായിട്ട് പറയണത്. ചില ആളുകൾ പറയും സ്വർഗപ്രാപ്തിയെ സാധിപ്പിക്കുന്ന യാഗങ്ങളെ ചെയ്യലാകുന്ന ധർമ്മമാണ് ശ്രേയസ് എന്ന് കർമ്മടന്മാര് പറയും. അപ്പൊ കർമ്മടന്മാരുടെ ഭാവത്തില് ധർമ്മത്തെയാണ് ശ്രേയസ്സായിട്ട് പറയുക. എന്താ ധർമ്മം? സ്വർഗപ്രാപ്തിയെ സാധിപ്പിക്കുന്നതായിട്ടുള്ള യാഗാദികളൊക്കെ ചെയ്യുക. കർമ്മടന്മാര് കർമ്മത്തിലാണല്ലോ താല്പര്യം പ്രകടിപ്പിക്കുക. മറ്റു ചിലരെ കീർത്തിയാണ് ശ്രേയസ് എന്ന് കവികള് പറയുക. ആഗ്രഹത്തെ പൂർത്തീകരിക്കലാണ് ശ്രേയസ് എന്ന് വാത്സ്യായനം തുടങ്ങിയിട്ടുള്ള ആളുകള്. സത്യം, ശമം, ദമം മുതലായവയാൽ ലഭിക്കുന്ന അണിമാതി ഐശ്വര്യങ്ങളാണ് എന്ന് യോഗികൾ പറയുന്നു. ത്യാഗാണ് ശ്രേയസ് എന്ന് വിരക്തന്മാര് പറയുന്നു. ശരീരത്തെ സുഖിപ്പിക്കുന്ന വിഷയങ്ങളെ അനുഭവിക്കലാണ് എന്ന് ചാർവാകന്മാര് പറയുന്നു. അതുപോലെ യജ്ഞം, ദാനം, തപസ്, വ്രതങ്ങള്, നിയമങ്ങള് ഇതൊക്കെയാണ് എന്ന് കർമ്മയോഗികൾ പറയുന്നു. ഇവയൊക്കെ വേദത്തിൽ പ്രതിപാദിച്ച കാര്യം തന്നെയാണ്. എന്നാൽ ഇവിടെ ഉദ്ധവനോട് ഭഗവാൻ പറയണു, ഉദ്ധവ, പരമശ്രേയസ് ഇതൊന്നുമല്ല. എന്താ പരമശ്രേയസ്? ഈ കർമ്മങ്ങളെ കൊണ്ട് സമ്പാദിക്കുന്ന അനുഭവങ്ങളൊക്കെ തന്നെ ആദിയും അവസാനവും ഉള്ളതാണ്. അപ്പോ അജ്ഞാനത്തിന്റെ ഉള്ളിലുള്ളതാണ് ഈ കർമ്മങ്ങളെ കൊണ്ട് സമ്പാദിക്കുന്നതായിട്ടുള്ള അനുഭവങ്ങൾ. അതൊക്കെ തുച്ഛ സുഖത്തെ മാത്രം തരുന്നതാണ്. ആ സുഖത്തിലും ദുഃഖത്തിന്റെ കലർപ്പുണ്ടാവുകയും ചെയ്യും. അപ്പൊ ഇതൊന്നും അല്ല പരമശ്രേയസ്സായിട്ടിരിക്കുന്നത്. പിന്നെന്താ പരമശ്രേയസ്? ഏകാന്ത ഭക്തിയാണ് പരമശ്രേയസ്സായിട്ട് ഇരിക്കുന്നത്. അതായത് ആ മയ്യർപ്പിതാത്മനസഭ്യ നിരപേക്ഷസ്യ സർവദ മയാത്മന സുഖം യത്തൽ കുതസ്യാത് വിഷയാത്മന. എന്നിലുള്ള ആ ഭക്തിയാണ് പരമശ്രേയസ്സായിട്ട് ഇരിക്കുന്നത്.
ഭക്തിയോടുകൂടെ എന്നെ തന്നെ ധ്യാനിച്ചു കൊണ്ടിരിക്കുക. അതുകൊണ്ട് എൻ്റെ ഹൃദയകമലത്തിൽ പ്രകാശിക്കുന്ന ആത്മാവ് തന്നെയാണ് താൻ. അപ്പൊ അങ്ങനെ ഭഗവാനെ ആ തൻ്റെ ഹൃദയത്തില് ശരിക്ക് ആ ഉറപ്പിച്ച ആ ഭക്തനെ സംബന്ധിച്ച് ആ ഭക്തി, അതായത് ഭഗവാനെ അനുഭവിക്കുമ്പോഴുണ്ടാകുന്ന അനുഭവം ഉണ്ടല്ലോ, അതാണ് ഏറ്റവും ശ്രേയസ്സായിട്ടിരിക്കുന്നത്. അങ്ങനെ എന്നെ ഹൃദയകമലത്തിൽ പ്രതിഷ്ഠിച്ച് ആ എന്നോടുകൂടി ഏകീഭവിച്ച ഭക്തൻ, ആ ഭക്തന് ഞാനും രണ്ടല്ല, ഞാനും അവനും ഒന്നാണ്. അത് അനുഭവിക്കുന്ന സമയത്ത് അവന് ആ അനുഭവം വരും. ആ സുഖം മറ്റേ ഈ വിഷയങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന ആ സുഖം ഉണ്ടല്ലോ, അതൊക്കെ ആത്മസുഖത്തിന്റെ മുമ്പിൽ തന്നിൽ താനായിട്ട് ആത്മാവിനെ തന്നിൽ താനായിട്ട് അനുഭവിക്കുമ്പോഴുണ്ടാകുന്ന ആനന്ദം ഈ വിഷയസുഖങ്ങളിൽ നിന്ന് കിട്ടുന്ന ആനന്ദം പോലെയൊന്നുമല്ല. ഈ വിഷയസുഖങ്ങളിൽ നിന്നൊക്കെ നൈമിഷികമായിട്ടുള്ള ആനന്ദമാണ് കിട്ടുന്നത്. എങ്കിൽ ഇവിടെ ഈ അനുഭവം ഭക്തിയോടുകൂടി തന്നിൽ താനായിട്ട് വിളങ്ങുന്ന ആത്മാവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ, ആ അനുഭവം വന്നു കഴിഞ്ഞാല് ആ ആനന്ദം ഉണ്ടല്ലോ, അത് വിവരിക്കാൻ പറ്റില്ല എന്നാണ്. അപ്പോ ആ തരത്തിലുള്ള ഏകാന്ത ഭക്തിയാണ് പരമശ്രേയസ്. മറ്റെല്ലാറ്റിലുമുള്ള സ്നേഹത്തെ ഉപേക്ഷിച്ച് മനസ്സുകൊണ്ട് പൂർണ്ണമായിട്ട് ഈശ്വരനെ മാത്രം സ്നേഹിക്കാറായിട്ട് തീരുക, അതാണ് ഏകാന്ത ഭക്തി എന്ന് പറയുന്നത്. അതാണ് വേദത്തിന്റെ പരമ താല്പര്യവും ആയിട്ടിരിക്കുന്നത്. അപ്പൊ ആത്മാവിനെ ആ ഒന്നിനെയും ആഗ്രഹിക്കാതെ അകിഞ്ചനസ്ഥിതാന്തസ്യ ശാന്തസ്യ സമചേതസ മയാ സന്തുഷ്ട മനസ സർവാസുഖമയാദിശ, അതായത് ആ ആത്മാവിൽ മനസ്സിനെ നിശ്ചലമായിട്ട് ഉറപ്പിച്ച് പ്രപഞ്ച പദാർത്ഥങ്ങളിൽ ഒന്നിന്റെയും അപേക്ഷയില്ലാതെ ആ ഇരിക്കുന്ന ആ ഏകാന്ത ഭക്തന് കിട്ടുന്നതായിട്ടുള്ള നിരുപാധിക സുഖം ഉണ്ടല്ലോ, അത് വിഷയാസക്തന്മാരായിട്ടുള്ള പ്രാകൃതന്മാർക്ക് ഒരിക്കലും കിട്ടണതല്ല. അവർക്ക് മനസ്സുകൊണ്ട് പോലും സങ്കല്പിക്കാൻ പറ്റില്ല. അങ്ങനെ ആ മനസ്സ് പൂർണ്ണമായിട്ട് മറ്റൊന്നിന്റെയും അപേക്ഷയില്ലാതെ ഭഗവാനെ തന്നെ ആശ്രയിച്ച് അല്ലെങ്കിൽ ഭഗവാന്റെ പാദത്തിൽ തന്നെ ഉറപ്പിക്കുന്ന ഭക്തന്റെ ഭാവം എന്താ അറിയോ ഉദ്ധവ? എന്താണ്? ന പാരമേഷ്ട്യം ന മഹേന്ദ്രദിഷ്ണ്യം ന സാർവഭൗമം ന രസാധിപത്യം ന യോഗസിദ്ധീരപുനദ്ഭവം വ മയ്യർപ്പിതാത്മേ ചതി മദ്വിധ വിനാന്യൽ. പറയണ അങ്ങനെ മനസ്സ് എന്നിൽ ഉറപ്പിച്ച ഭക്തന് ഒരാഗ്രഹങ്ങളും ഇല്ല എന്നാണ്. പ്രപഞ്ച പദാർത്ഥങ്ങളിൽ ഒന്നിന്റെയും അപേക്ഷയില്ലല്ലോ. വിഷയാസക്തന്മാരായിട്ടുള്ള പ്രാകൃതന്മാർക്ക് അതൊന്നും ചിന്തിക്കാനേ പറ്റില്ല. ഈ കാതിലൂടെ ശബ്ദത്തെയും, ത്വക്കിലൂടെ സ്പർശത്തെയും, കണ്ണിലൂടെ രൂപത്തെയും, നാവിലൂടെ രസത്തെയും, മൂക്കിലൂടെ ഗന്ധത്തെയും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു മനസ്സ്. ഈ ശബ്ദാദി വിഷയങ്ങൾ അനുകൂലങ്ങളാണെങ്കിൽ താൽക്കാലികമായിട്ട് അല്പം സുഖം അനുഭവിക്കാൻ പറ്റും. ശബ്ദ സ്പർശ രൂപരസഗന്ധങ്ങളിലുള്ള ആസക്തിയൊക്കെ ഉപേക്ഷിച്ചിട്ട് മനസ്സിനെ അന്തർമുഖമാക്കി ആത്മാവിൽ ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ ആനന്ദ സ്വരൂപനാണ് ആത്മാവ് എന്നതുകൊണ്ട് ആ ആത്മാനന്ദം നമ്മുടെ മനസ്സിലേക്ക് ശരിക്കും അഖണ്ഡമായിട്ട് നദീ സമുദ്രത്തിലേക്ക് പ്രവഹിക്കുന്നത് പോലെ ആ ഒഴുകാനായിക്കൊണ്ട് തുടങ്ങും. ആത്മാനന്ദം സമുദ്രം പോലെ അപാരമാണ്. പക്ഷെ വിഷയസുഖങ്ങളോ അത് ഒരു വെള്ളത്തുള്ളി പോലെ, ജലബിന്ദു പോലെ തുച്ഛാണ്. ഈ ലോകപദാർത്ഥങ്ങളെ ഒന്നും സ്വീകരിക്കാത്തവനും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അടക്കിയവനും ആ ആത്മസുഖത്ത്, അതാണ് അകിഞ്ചനസ്യ ദാന്തസ്യ ശാന്തസ്യ സമചേതസ മയാ സന്തുഷ്ട മനസാ സർവാ സുഖമയാദിശ. അപ്പോ അങ്ങനെ ഈ ഇന്ദ്രിയ വിഷയങ്ങളെ, ലോകപദാർത്ഥങ്ങളെ ഒന്നും സ്വീകരിക്കാതെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അടക്കി ആത്മസുഖത്തില് മുഴുകിക്കൊണ്ട് കഴിയുന്ന ആ ഭക്തന് ഈ പ്രപഞ്ചം മുഴുവൻ സുഖസ്വരൂപമായിട്ട് അനുഭവിക്കാൻ കഴിയും. അവനെ സംബന്ധിച്ച് ബ്രഹ്മപദവിയോ, അതാണ് ന പാരമേഷ്ട്യം ന മഹേന്ദ്രദിഷ്ണ്യം. ബ്രഹ്മപദവി, ഇന്ദ്രന്റെ സ്ഥാനം, ചക്രവർത്തിത്വം, പാതാളാദി ലോകങ്ങളുടെ ആധിപത്യം, അണിമ, മഹിമ മുതലായിട്ടുള്ള സിദ്ധികള് എന്നിവയോ ഇതൊന്നും എന്തിന് മോക്ഷത്തെ പോലും ആ ഉത്തമ ഭക്തൻ ആഗ്രഹിക്കില്ല. കാരണം ഈ പറഞ്ഞ അനുഭവങ്ങൾക്കൊക്കെ നാശമുണ്ട്. പിന്നെ നാശമില്ലാത്തത് മോക്ഷമാണ്. മോക്ഷത്തില് ഒരു കുഴപ്പമുണ്ട്. അത് ആ പൃഥുമഹാരാജാവിന്റെ ചരിത്രത്തിൽ ഭഗവാനോട് പറയുന്നുണ്ട്. പൃഥുമഹാരാജാവിനോട് ഭഗവാൻ ചോദിക്കുന്നുണ്ട്, മഹാരാജാവേ, അങ്ങയുടെ ആ ഹൃദയശുദ്ധി എന്നെ വല്ലാണ്ട് സ്വാധീനിക്കണോ?
അങ്ങയുടെ അതായത് പ്രവൃത്തിയിൽ ഞാൻ സന്തോഷിച്ചിട്ടുണ്ട്, തപസ്സിലൊക്കെ. അതെ, അങ്ങ് ഒരുപാട് യാഗങ്ങളൊക്കെ നടത്തിയല്ലോ. അപ്പൊ അങ്ങക്ക് വല്ല വരം വേണോ എന്ന് പൃഥുമഹാരാജാവിനോട് ഭഗവാൻ ചോദിച്ചപ്പോ ഭഗവാനോട് പൃഥുമഹാരാജാവ് പറയുന്ന, ഭഗവാനെ വരോ, എനിക്ക് എന്തിനാ അത്? ഈ വരം എന്നൊക്കെ പറഞ്ഞാൽ രണ്ട് തരത്തിൽ പെടുത്താൻ പറ്റുന്നതാണ്. ഒന്ന്, ലോക വിഷയങ്ങള് ഭഗവാനോട് വരമായിട്ട് ചോദിക്കാം. ഈ വിഷയങ്ങളുടെ സ്വഭാവം എന്താ അറിയോ? അത് നരകത്തിൽ ചെന്നാൽ ഏത് യോനിയിൽ ജനിച്ച ജീവനും നരകത്തിലുള്ള ആളുകൾക്കും സുലഭമായിട്ട് അനുഭവിക്കാൻ പറ്റുന്നതാണ് ഈ വിഷയസുഖങ്ങള്. അതിപ്പോ ഭഗവാനോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ? അല്ല, ഇനി ഭഗവാന്റെ കയ്യിൽ മാത്രം ഉള്ളതാണ് ഈ മോക്ഷം എന്ന അവസ്ഥ, എന്നാ അത് ചോദിച്ചൂടെ എന്നാണെങ്കിൽ എനിക്ക് മോക്ഷവും വേണ്ട. എന്താ അത്? ഈ മോക്ഷത്തില് ഞാനാകുന്ന വ്യക്തിത്വം പരമാത്മാവായിട്ടുള്ള അങ്ങയിൽ ലയിച്ച് ഒന്നായിട്ട് തീരുകയാണ്. അപ്പൊ അതിൽ മോക്ഷം അനുഭവിക്കാൻ അല്ലെങ്കിൽ ആ സുഖം അനുഭവിക്കാൻ അപ്പുറത്ത് വേറൊരാളില്ല. അതുകൊണ്ട് എനിക്ക് മോക്ഷസുഖവും വേണ്ട. പിന്നെന്താ വേണ്ടത്? അവിടുത്തെ ഭക്തന്മാരുടെ മുഖത്ത് നിന്ന് ഭഗവാൻ അവിടുത്തെ കഥകൾ കേട്ടിട്ടും കൊതി തീരുന്നില്ല. അവിടുത്തെ കഥാശ്രവണം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം, ഭക്തി രസം, ഭക്തന്മാരോട് കൂടിയിരുന്ന് അവിടുത്തെ മഹാത്മ്യങ്ങളെ കേൾക്കുന്ന സമയത്ത്, അത് പാടുന്ന സമയത്ത്, അതിനെ സ്മരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഭക്തി രസം, ആ ആനന്ദം ഉണ്ടല്ലോ, അത് ശരിക്കും അമൃതാനുഭൂതിയാണ്. അത് മോക്ഷത്തിൽ പോലും ഇല്ല. അതുകൊണ്ട് എനിക്ക് ഭഗവാന്റെ കഥകൾ ഇഷ്ടം പോലെ കേൾക്കണം. ഇപ്പോ ഒരു പരിധി ഉണ്ട്. എന്താ അത് പരിമിതി? എനിക്കിപ്പോ ഭഗവാന്റെ കഥ കേൾക്കാൻ 2 ചെവിയുള്ളൂ. അത് പോരാ ഭഗവാനെ. പിന്നെ എന്താ വേണ്ടത്? 1000 ചെവികൾ എനിക്ക് തരണം എന്നാണ്. അത് വിചാരിച്ച് ശരീരം മുഴുവൻ ചെവി എന്ന് അതിന് അർത്ഥം പറയാൻ പാടില്ല. എവിടെയൊക്കെ ഭക്തന്മാര് ഭഗവത് കഥകൾ പറയുന്നുണ്ടോ അവിടെയൊക്കെ ചെന്നിരുന്ന് ഭഗവത് കഥാശ്രവണത്തിനുള്ള അനുഗ്രഹം തരണേ. അല്ലേ? ഭഗവാന്റെ കഥ കേൾക്കണമെങ്കിൽ ഉപായ പുണ്യൊന്നും പോരാ. പുണ്യമില്ലാത്ത ആളുകൾക്ക് കേൾക്കാൻ തന്നെ പറ്റില്ല, കേൾക്കണമെന്ന് വിചാരിക്കാൻ പറ്റില്ല. അപ്പൊ ഇപ്പോ എനിക്ക് 2 ചെവി കൊണ്ട് കേട്ടിട്ട് തൃപ്തി വരുന്നില്ല ഭഗവാനെ. 1000 ചെവികൾ, അതായത് എവിടെയൊക്കെ സത്സംഗത്തില് ഭക്തന്മാര് ഭഗവത് കഥകൾ പറയുന്നുണ്ടോ അതൊക്കെ പോയി ചെന്നിരുന്ന് കേൾക്കാൻ ഇഷ്ടം പോലെ സത്സംഗം കിട്ടണം എന്നാണ് പറഞ്ഞത്. ഈ സത്സംഗത്തിലൂടെയുള്ള ഭക്തി ഉണ്ടല്ലോ, അതിന്റെ പ്രഭാവം ഒന്ന് വേറെ. അത് മോക്ഷം അതിന്റെ മുമ്പിൽ നിസ്സാരമാണ് എന്നാണ് ഭക്തിയുടെ മുമ്പില്. അപ്പൊ ഇവിടെ ആ തരത്തില് ആ ഭക്തന് ഒന്നിന്റെയും അപേക്ഷയില്ല, മോക്ഷം പോലും ആഗ്രഹിക്കില്ല. അപ്പൊ നമ്മളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കണം. നമ്മള് ഭഗവാനെ ഭജിക്കുന്നുണ്ട്, ഭഗവാനെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇപ്പൊ സത്സംഗത്തിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്, ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്, ഭഗവാനെ ആരാധിക്കുന്നുണ്ട്. പക്ഷേ മനസ്സില് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ. അതൊന്നും ഉത്തമ ഭക്തി. എന്തെങ്കിലും ആഗ്രഹം കൊണ്ട് ഭഗവാനെ ഭജിക്കുന്നതൊന്നും ഉത്തമ ഭക്തിയല്ല. എന്താ ശാസ്ത്രം പറയണത്? ഇപ്പോ നമ്മുടെ ഗുരുവായൂർ ചെന്നു, ശ്രീ ഗുരുവായൂരപ്പന്റെ മുമ്പില് കുറെ അധിക നേരം ക്യൂവിലൊക്കെ നിന്നിട്ടാണ് ഗുരുവായൂരപ്പന്റെ മുമ്പിലേക്ക് എത്തുന്നത്. ശ്രീലകത്തിന് മുമ്പിലെത്തി പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഭഗവാന്റെ ആ വിഗ്രഹം, ആ മനോമോഹനമായിട്ടുള്ള ആ രൂപം, അവിടെ അലങ്കരിച്ചതായിട്ടുള്ള ശ്രീ ഗുരുവായൂരപ്പനെ ഒന്ന് കാണുക. ആ കണ്ട് ഗുരുവായൂരപ്പന്റെ മുമ്പിൽ നിൽക്കുമ്പോ, ഗുരുവായൂരപ്പ എനിക്ക് ഒന്നും വേണ്ട, മോക്ഷം വേണം, അതുപോലും തോന്നാൻ പാടില്ല. മോക്ഷം വേണം എന്ന ആഗ്രഹം പോലും തോന്നാതെ, ഒരാഗ്രഹവും ഇല്ലാണ്ട് പരമനിസ്സംഗനായിട്ട് ഗുരുവായൂരപ്പനെ ഇങ്ങനെ നോക്കിയിട്ട്, ഗുരുവായൂരപ്പൻ എന്നിലും ഞാൻ ഗുരുവായൂരപ്പനിലും എന്ന ഒരു ഭാവത്തിൽ നമുക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടോ? അതാണ് ഉത്തമ ഭക്തി. ഒരു അപേക്ഷയും വേണ്ട, അവിടെ ഒരു അപ്ലിക്കേഷനും നിങ്ങൾ കൊടുക്കണ്ട. നോക്കൂ, നമ്മൾ പറഞ്ഞിട്ട് വേണോ നമുക്ക് വേണ്ടതൊക്കെ നമുക്ക് തരാൻ ഗുരുവായൂരപ്പന്? ഭഗവാൻ അത്ര പൊട്ടനാണ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. അതൊന്ന് നമ്മുടെ അന്തര്യാമിയായിട്ട് ഇരിക്കണോ ഭഗവാൻ? ആ വിഗ്രഹത്തിന് മാത്രമാണ് ഗുരുവായൂരപ്പൻ ഇരിക്കുന്നത്. അപ്പോ ആ ഭഗവാൻ എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. അപ്പൊ നമുക്ക് വേണ്ടത് എന്താണെന്ന് നമ്മളെക്കാളും കൂടുതൽ അറിയണത് നമ്മുടെ ഉള്ളിലുള്ള ഭഗവാനാണ്. അപ്പൊ ആ ഭഗവാൻ അതിനനുസരിച്ച് നമ്മുടെ കർമ്മബലത്തിനനുസരിച്ചിട്ട് നമുക്ക് വേണ്ട അനുഭവങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി എന്തിനപ്പോ അതിൽ കൂട്ടാനും കുറയ്ക്കാനും നമ്മൾ നിൽക്കുന്നത്? ആ ഭഗവാൻ തന്ന അനുഭവങ്ങളെ പ്രസാദമായിട്ട് സ്വീകരിക്കൂ, മനസ്സിനെ ശുദ്ധമാക്കൂ, മനസ്സിന് മറ്റാഗ്രഹങ്ങളൊന്നും കയറി വരാതെ മനസ്സിനെ പൂർണ്ണമായിട്ട് ഗുരുവായൂരപ്പന്റെ പാതാരബിന്ദങ്ങളിൽ ഉറപ്പിക്കൂ. ഉത്തമ ഭക്തി എന്ന് വെച്ചാൽ ഗുരുവായൂരപ്പന്റെ പാതാരബിന്ദങ്ങളില് നമ്മുടെ മനസ്സ് ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും വേണ്ട. ഈ ജന്മം, ഇനി അടുത്ത ജന്മം പോലും ഒന്നും വേണ്ടാന്ന് തോന്നിയാൽ പിന്നെ അടുത്ത ജന്മം ഉണ്ടാവില്ല, സംശയം വേണ്ട അതിന്. ഈ ആഗ്രഹങ്ങളാണ് പിന്നെ ജന്മത്തിന് കാരണമായിട്ട് തീരുന്നത്.
അവിദ്യ കാമകർമ്മങ്ങള്. അപ്പൊ ആ തരത്തില് മോക്ഷം പോലും ആഗ്രഹിക്കില്ല. നോക്കൂ, ഇവിടെ ആഗ്രഹം അത് കൈവല്യപ്രാപ്തിക്കായാൽ പോലും മനസ്സിനെ ബഹിർമുഖമാക്കി തീർക്കും. അതുകൊണ്ടാണ് മോക്ഷം വേണമെന്ന് പോലും തോന്നാൻ പാടില്ല എന്ന് പറഞ്ഞത്. പിന്നെ എന്താ വേണ്ടത്? മനസ്സിനെ എപ്പോഴും ആത്മാവിൽ ഉറപ്പിച്ചുകൊണ്ട്, ആ മനസ്സ് പൂർണ്ണമായിട്ട് ആത്മാവിൽ ഉറപ്പിച്ചുകൊണ്ട്, ആ ഒന്നിനെയും ആഗ്രഹിക്കാതെ ആത്മാനന്ദാനുഭൂതിയിൽ കഴിയുന്ന ഭക്തൻ ഒന്നിനെയും ആഗ്രഹിക്കില്ല. അവൻ എന്നെ ഒഴിച്ച് അന്യമായിട്ട് മറ്റൊന്നും വേണ്ട. ഇതാണ് അവന്റെ അവസ്ഥ. അങ്ങനെയുള്ള ഭക്തൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് എന്നാ ഭഗവാൻ പറയണത്. നതാമേ പ്രിയതമ ആത്മയോനിർന്ന ശങ്കര നജ സംഘർഷണോ നശ്രീ നൈവാത്മാച യഥാ ഭവാൻ. അല്ലയോ ഉദ്ധവ, എനിക്ക് ആ അങ്ങയെപ്പോലുള്ള നിരപേക്ഷനായിട്ടുള്ള ഭക്തൻ എനിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവനാണ് എന്ന് അങ്ങേക്ക് അറിയോ? എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ അങ്ങയെപ്പോലുള്ള നിരപേക്ഷനായിട്ടുള്ള ഭക്തനാണ്. ഉദ്ധവനോട് പറയാ ഭഗവാൻ, ഉദ്ധവ, എനിക്ക് നതാമേ പ്രിയതമ ആത്മയോനിർന്ന ശങ്കര. അതായത് ബ്രഹ്മാവ്, ലക്ഷ്മി ഭഗവതി, പരമേശ്വരൻ, അതുപോലെ ജ്യേഷ്ഠനായിട്ടുള്ള ബലരാമൻ, എന്നെ തന്നെയോ അങ്ങയോടുള്ള ആ സ്നേഹം എനിക്ക് അവരോടൊന്നുമില്ല എന്നാണ്. എനിക്ക് ശങ്കര ഭഗവാനെയോ ബ്രഹ്മദേവനെയോ ലക്ഷ്മി ദേവിയെയോ അതുപോലെ ബലരാമനോടോ പോലും അങ്ങയോടുള്ള സ്നേഹം പോലെ ഇല്ല എന്നാണ്. അപ്പൊ ഭഗവാൻ ഭക്തനെ എത്ര കേമനായിട്ടാണ് കണക്കാക്കണത് എന്ന് ആലോചിച്ച് നോക്കൂ. ആരാ ഭക്തൻ? അത് നേരത്തെ തന്നെ പറഞ്ഞിട്ട് ഒരാഗ്രഹങ്ങളും മനസ്സിലില്ലാത്തവൻ, ഒന്നിന്റെയും അപേക്ഷയില്ലാത്ത ആള്, ഭഗവാനോട് ഒന്നും പറയാനില്ല. ഭഗവാൻ അങ്ങനെ കാണുമ്പോ ഭഗവാൻ എന്നിലും ഞാൻ ഭഗവാനിലും. ആ ഭക്തനും ഭഗവാനും രണ്ടല്ലാത്ത അവസ്ഥ. ഒരാഗ്രഹവും ഇല്ലാതെ മനസ്സിൽ ആഗ്രഹത്തിന്റെ ഒരു കണിക പോലും ഇല്ലാണ്ടാവണം. ഒരാഗ്രഹവും. അങ്ങനെ മനസ്സിനെ ശുദ്ധമാക്കണം. അപ്പൊ അങ്ങനെയുള്ള എനിക്ക് അങ്ങനെയുള്ള ഭക്തന്മാരോടാണ് കൂടുതൽ ഇഷ്ടം. ഇവിടെ എന്താ പറയണത്? നിരപേക്ഷം മുനിം ശാന്തം നിർവൈരം സമദർശനം അനുവ്രജ്യാമ്യഹം നിത്യം പോയിയേത്യംഗ്രിരേണുഭി. ഇനി ഭക്തന്റെ മാഹാത്മ്യം ഒന്നും കൂടെ ഉറപ്പിക്കുക അവിടെ ഭഗവാൻ. നോക്കൂ ആ ഭഗവാന്റെ ഒരു ഭാവം. ഭക്തനെ എത്ര കേമനായിട്ട് എത്ര പറഞ്ഞാലും ഭക്തന്റെ മാഹാത്മ്യത്തെ എത്ര പറഞ്ഞാലും ഭഗവാന് പോരാ 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 എന്നുള്ള ഭാവമാണ്. എന്തുകൊണ്ടാ ഉദ്ധവ എനിക്ക് അങ്ങയോടാണ് കൂടുതൽ സ്നേഹം എന്ന് പറയാൻ കാരണം? അങ്ങ് സകലവിധ ആസക്തികളെയും ഉപേക്ഷിച്ച് മനസ്സ് പൂർണ്ണമായിട്ട് എന്നിൽ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ഉത്തമ ഭക്തനായതുകൊണ്ടാണ്. പ്രപഞ്ച വസ്തുക്കൾ ഒന്നിന്റെയും അപേക്ഷയില്ലാത്തവനും, അതുപോലെ തന്നെ തത്വവിചാരം ചെയ്തുകൊണ്ട് കഴിയുന്നവനും, ശാന്തനും, ആരിലും വൈരമില്ലാത്തവനും, എല്ലാറ്റിനെയും സമഭാവനയിൽ കാണുന്നവനും ആയ ഭക്തന്റെ പാദരേണുക്കള് എന്റെ ശിരസിൽ ധരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ശുദ്ധി കിട്ടും, എന്റെ ഉള്ളിലുള്ള ബ്രഹ്മാണ്ട കോടികളൊക്കെ ശുദ്ധമാകും എന്ന വിശ്വാസത്തില് ഞാൻ ഭക്തന്റെ പിന്നാലെ നടക്കാറുണ്ട് ഉദ്ധവാന്നാണ്. അപ്പൊ ആർക്കാ കൂടുതൽ മഹാത്മ്യം എന്ന് ആലോചിച്ച് നോക്കൂ. ഭക്തനാണോ ഭഗവാനാണോ? ഭക്തന്റെ പാദരേണുക്കള് എന്റെ ശിരസിൽ ധരിച്ചു കഴിഞ്ഞാൽ എന്റെ ഉള്ളിലുള്ള ബ്രഹ്മാണ്ട കോടികൾ ശുദ്ധാകും എന്ന വിശ്വാസത്തില് ഞാൻ ഭക്തന്മാരുടെ പിന്നാലെ നടക്കാറുണ്ട് എന്നാണ് പറയുന്നത്. പറയണോ? ഒന്നിനെയും സ്വീകരിക്കും. നിഷ്കഞ്ചനാമയ്യനു രക്തചേതസ ശാന്താമഹാന്തോകില ജീവവത്സലാഹ കാമൈരനാലബ്ധതിയോജുഷന്തിയ തന്നൈരപേക്ഷ്യം ന വിദുസുഖം മമ. ഒന്നിനെയും സ്വീകരിക്കാത്തവരും എന്നില് ദൃഢമായ ഭക്തിയോട് കൂടിയവരും ശാന്തന്മാരും മഹാത്മാക്കളും സകല ജീവജാലങ്ങളെയും സ്നേഹിക്കുന്നവരും ഒന്നിലും ആഗ്രഹവുമില്ലാത്തവരായിട്ടുള്ള ഭക്തന്മാരുടെ മനസ്സ് ആത്മാവില് നിശ്ചലമായിട്ട് ഉറയ്ക്കുന്നത് കൊണ്ട് അവരെപ്പോഴും ആത്മസുഖം തന്നെ അനുഭവിച്ചുകൊണ്ട് കഴിയുകയാണ്. മനസ്സ് നിരപേക്ഷമായ മാത്രമേ ഈ പറഞ്ഞ അനുഭവം വരുള്ളൂ. അവർക്ക് അതായത് ഏതെങ്കിലും തരത്തില് മനസ്സിൽ, അതായത് മനസ്സ് നിരപേക്ഷമായി തീരണം, എന്നാലേ മനസ്സ് ഈശ്വരാഭിമുഖമായിട്ട് തീരുള്ളൂ. ആ നിലയിൽ എത്തിച്ചേർന്ന ഭക്തൻ അനുഭവിക്കുന്ന സുഖത്തിന്റെ സ്വരൂപം മറ്റുള്ളവർക്ക്, പ്രാകൃതന്മാർക്ക് ഊഹിക്കാൻ പോലും പ്രയാസമാണ്. ഇന്ദ്രിയങ്ങളെ മുഴുവൻ ജയിക്കാത്ത എന്റെ ഭക്തൻ വിഷയസുഖങ്ങളിൽ കുറച്ചൊക്കെ വ്യാപരിക്കുന്നുണ്ടെങ്കിലും ഇനി സാരമില്ല. ക്രമേണ ഭക്തി വർദ്ധിച്ചു വരുമ്പോ വിഷയാസക്തിയെ കുറച്ച് കൊണ്ടുവരാനും, അപ്പൊ ഭക്തി വർദ്ധിക്കുന്ന സമയത്ത് വിഷയങ്ങളൊന്നും അയാൾക്ക് ഉപദ്രവമായിട്ട് തീരുമില്ല. ഇവിടെ എന്താ? യഥാഗ്നി സുസമൃദ്ധാർച്ചി കരോത്തീതാംസി ഭസ്മസാൽ തഥാതൽ വിഷയാ ഭക്തി ഉദ്ധവീനാംസി കൃഷ്ണശ. അതായത്
ഉത്തമ ഭക്തന്റെ ലക്ഷണങ്ങളാണ് ഇപ്പൊ നേരത്തെയൊക്കെ പറഞ്ഞത്. അത്രത്തോളം വൈരാഗ്യവും നിരപേക്ഷതയും കൈവരിക്കാൻ കഴിയാത്ത ഭക്തന്മാരുണ്ടാവും. ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായിട്ട് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അങ്ങനെ തന്നെ ആ ഭക്തന്മാർക്കും ഭക്തി വളരുന്ന ആ സമയത്ത് പൂർണ്ണമായിട്ട് ഇപ്പൊ നമ്മളുടെയൊക്കെ അവസ്ഥ അങ്ങനെയാണല്ലോ. നമുക്ക് ഇന്ദ്രിയങ്ങളെ ഒന്നും പൂർണ്ണമായിട്ട് ജയിക്കാനൊന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ലല്ലോ. എങ്കിലും കുറച്ചൊക്കെ വേണം, ഭഗവാനെ കിട്ടണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. അങ്ങനെ ഉള്ള ആൾക്കാര്, അങ്ങനെയുള്ള ഭക്തന്മാർക്കും ഭക്തി വളരും തോറും ആഗ്രഹങ്ങൾ കുറഞ്ഞു വരും. അപ്പൊ നമ്മൾ തന്നെ നമ്മുടെ ഉള്ളില് ഗുരുവായൂരപ്പനോട് നമുക്ക് എത്രത്തോളം ഭക്തി ഉണ്ട് എന്ന് പരിശോധിക്കാൻ പറ്റും. എങ്ങനെ? നമ്മൾ ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ആഗ്രഹങ്ങൾ എത്രത്തോളം കുറഞ്ഞു വരണോ, അപ്പൊ അതുകൊണ്ട് നമുക്ക് ഗുരുവായൂരപ്പനോട് കൂടുതൽ പ്രീതി വരുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഭഗവാനിൽ ഭക്തി വളരും തോറും ആഗ്രഹങ്ങളൊക്കെ കുറഞ്ഞു വരും. ശബ്ദാദി വിഷയങ്ങളിലേക്കുള്ള മനസ്സിന്റെ പ്രവാഹമാണ് ഈ രാഗം. അതേ മനസ്സിനെ ഈശ്വരൻ അഭിമുഖമാക്കി തീർക്കുക, ആത്മാഭിമുഖമായിട്ടുള്ള മനസ്സിന്റെ ഒഴുക്കാണ് ഭക്തി. ആ ശരീരാഭിമാനം കൊണ്ടാണ് നമുക്ക് വിഷയങ്ങളിൽ ആഗ്രഹം നിലനിൽക്കുന്നത്. ഭക്തി വർദ്ധിച്ചു വരുന്തോറും ഈ ശരീരാഭിമാനം, ഭക്തി വർദ്ധിച്ച മനസ്സിന്റെ, അതായത് ഭക്തി വളരും തോറും ആഗ്രഹം ചുരുങ്ങും എന്ന് ഭക്തി വർദ്ധിക്കുന്തോറും ശരീരാഭിമാനം കുറഞ്ഞു വരും. അതാണ് ഭക്തി വളരും തോറും ആഗ്രഹം ചുരുങ്ങി വരും എന്ന് പറഞ്ഞത്. എന്താ ഈ ഭക്തിയുടെ സ്വഭാവം? അഗ്നി എങ്ങനെയാണോ വിറകിനെ ഇല്ലാണ്ടാക്കുന്നത്, അതായത് ഉപാധിയായിട്ടുള്ള വിറകിനെ മുഴുവൻ അഗ്നി ഭസ്മമാക്കണില്ല, അതുപോലെ വിഷയവാസനകളെ ഭക്തി കൊണ്ട് നശിപ്പിക്കാൻ സാധിക്കും. അതുമൂലം ഭക്തന്റെ സകലവിധ പാപങ്ങളും ഭസ്മമായിട്ട് തീരും. ഇവിടെ പറയാണ്, നോക്കൂ, എന്താ ഭക്തി വർദ്ധിച്ച മനസ്സിന്റെ ഈ ബഹിർമുഖത്വം തന്നെ ഇല്ലാണ്ടാവുന്നതാണ്. ന സാധയതി മാം യോഗോ ന സാഖ്യം ധർമ്മ ഉദ്ധവ ന സ്വാധ്യായ തപത്യാഗോ യഥാ ഭക്തിർമമോർജിത. ഇവിടെ പറയാണ് ഭഗവാൻ, ഈ യോഗം, സാഖ്യം, ധർമാനുഷ്ഠാനം, വേദപാരായണം, തപസ്, ത്യാഗം ഇവ കൊണ്ടൊന്നും ഭക്തി കൊണ്ട് എന്നതുപോലെ മനസ്സ് അത്ര എളുപ്പത്തിൽ എന്നെ പ്രാപിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ മനസ്സ് എന്നിൽ ഉറക്കില്ല ഭക്തി കൊണ്ട് എന്നതുപോലെ. അപ്പൊ മറ്റുള്ള ഇപ്പൊ യോഗം അഭ്യസിക്കണമെങ്കിലോ അതുപോലെ തന്നെ സാഖ്യശാസ്ത്രത്തിന്റെ താല്പര്യം മനസ്സിലാക്കണമെങ്കിലോ മറ്റ് അനുഷ്ഠാനങ്ങൾ ചെയ്യുക, വേദം പഠിക്കുക, തപസ് ചെയ്യുക, ഇതിനൊക്കെ എത്ര പ്രയാസമെന്ന് ആലോചിച്ച് നോക്കൂ. ഭക്തിക്ക് വല്ല പ്രയാസമുണ്ടോ? ഭക്തി സിദ്ധേർഗരീയസി എന്നാണ് അല്ലെ? ഭക്തി തന്നെ ആ സിദ്ധിക്ക് കാരണമായിട്ട് തീരും. അപ്പൊ ഭക്തി കൊണ്ട് എന്നതുപോലെ മറ്റനുഷ്ഠാനങ്ങളെ കൊണ്ടൊന്നും അത്ര എളുപ്പത്തിൽ എന്നെ പ്രാപിക്കാൻ കഴിയില്ല എന്നാണ് ഭഗവാൻ ഇപ്പൊ ഉദ്ധവനോട് പറയുന്നത്. ശ്രദ്ധയോടുകൂടിയ ഭക്തി ഒന്നുകൊണ്ട് തന്നെ സജ്ജനങ്ങളുടെയൊക്കെ പ്രാപ്യസ്ഥാനമായിട്ടുള്ള എന്നിൽ എത്തിച്ചേരാൻ സാധിക്കും. എന്നിലുള്ള ആ ഭക്തി, ഭക്തിയാഹമേകയാഗ്രാഹ്യ ശ്രദ്ധയാത്മാ പ്രിയസ്തതാം ഭക്തി പുനാദിമന്യഷ്ട ശുഭകാനപി സംഭവാത്. പറയണ ആ ഭക്തി ഉണ്ടല്ലോ, ആ എന്നിലുള്ള നിഷ്കളങ്കമായ ദൃഢമായിട്ടുള്ള ഭക്തി ചണ്ടാളനെ പോലും വളരെ വേഗത്തിൽ പവിത്രമാക്കി തീർക്കുന്നതാണ്. അപ്പൊ ചണ്ടാളനെ പോലും പരിശുദ്ധരാക്കി തീർക്കുകയാണ്. നോക്കൂ, ഇപ്പൊ നമ്മൾ എന്ത് അനുഷ്ഠാനം ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ അടിസ്ഥാനം ഭക്തി അല്ലെങ്കിൽ ആ അനുഷ്ഠാനങ്ങളൊക്കെ വൃദ്ധാപിലാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. ധർമ്മ സത്യതയോ വേദോ വിദ്യാവാ തപസാന്വിതാ മത്ഭക്തിയാ വേദമാത്മാനം ന സമ്യ പ്രഭുനാദിഹി. ഇപ്പൊ ഏതനുഷ്ഠാനം നമ്മൾ ധർമ്മം അനുഷ്ഠിക്കേണ്ടത്, സത്യം, ദയ, തപസ്, ജ്ഞാനം, ഇതിനൊക്കെ അടിസ്ഥാനം വേണ്ടത് ഭക്തിയാ. ഭക്തി ഇല്ലാത്ത സത്യവും ഭക്തി ഇല്ലാത്ത ദാനം, ഭക്തി ഇല്ലാത്തതായിട്ടുള്ള തപസ്, ഇതുകൊണ്ടൊന്നും നമുക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയില്ല. ആ അന്ധകരണം ശുദ്ധമാകൂല്ല. എന്താ ഇനി ആ ഭക്തി വളർന്നാലുള്ള ലക്ഷണം എന്താ? ഇനി അതാണ് ആ ഭക്തന്റെ ലക്ഷണങ്ങളെ കുറിച്ചൊക്കെ പിന്നെ പറയുക. കഥം വിനാ രോമഹർഷം ദ്രവതാ ചേതസാ വിനാ വിനാനന്ദാശ്രുകലയാ ശുദ്ധിയ ഭക്തിയാ വിനാശയ. ഭഗവാനെ കുറിച്ച് ചിന്തിക്കുമ്പോ തന്നെ ശരീരത്തിൽ രോമാഞ്ചം ഉണ്ടാവുന്നതാണ്. അപ്പൊ ഇവിടെ ഭക്തി ഇല്ലാത്തവന്റെ മനസ്സിന് ശുദ്ധി ഉണ്ടാവില്ല. നമ്മളിപ്പോ ഏത് അനുഷ്ഠാനം ചെയ്താലും അതിന്റെ അടിസ്ഥാനം ഭക്തി അല്ലെങ്കിൽ ഭക്തി ഇല്ലെങ്കിൽ അഹങ്കാരമാണ് അവിടെ വിജൃംഭിക്കുക. ഈ അഹങ്കാരമാണ് മനസ്സിന്റെ അശുദ്ധിക്ക് കാരണം. അതുകൊണ്ടാണ് ഈ ശുഖസാരസ്വതം ആ പ്രഥമസ്കന്ധത്തില് നമ്മള്, അതായത് ദ്വിതീയ സ്കന്ധത്തിലോ മറ്റോ 4-ാമത്തെ അധ്യായത്തിലാണെന്ന് തോന്നണം,
അവിടെ ശുഗമഹർഷി മംഗളാചരണം ചെയ്ത് ഭഗവാനെ സ്തുതിക്കുമ്പോൾ അവിടെ പ്രത്യേകം പറയുന്നുണ്ട്, തപസ്സികള് തപസ് ഭഗവാനെ സമർപ്പിച്ചിട്ടില്ലെങ്കിൽ, ആ മന്ത്രങ്ങൾ ജപിക്കുന്ന ആളുകളും ആ മന്ത്രത്തിന്റെ ഫലം ഭഗവാന് സമർപ്പിച്ചിട്ടില്ലെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനമില്ല, അവരെ അഹങ്കാരം വർദ്ധിച്ച് നശിക്കുകയുള്ളൂ. തന്നെയാണ് ഇവിടെയും കാണിച്ചു തരുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള അനന്യ ഭക്തി കൊണ്ടേ അഹങ്കാരം നശിക്കുള്ളൂ. ഭക്തിയുടെ തീവ്രത കൊണ്ടുണ്ടാകുന്ന ആ ഭാവത്തിൽ, ഭക്തിയുടെ തീവ്രത കൊണ്ട് കഥം വിനാ രോമഹർഷം ദ്രവതാ ചേതസാവിന അല്ലെ, ശരിക്ക് ആ ഭക്തിയുടെ തീവ്രത കൊണ്ട് ആനന്ദ കണ്ണീര്, രോമാഞ്ചം, ഹൃദയം ദ്രവിക്കുക, ഈ ഒരു ഭാവമൊക്കെ വരുന്നതാണ്. അപ്പൊ ഇതൊന്നും ഇല്ലെങ്കിലോ, അതൊന്നും ഇല്ലെങ്കിൽ എങ്ങനെ മനസ്സ് ശുദ്ധാവും? ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോ, ആ ഭഗവാന്റെ മാഹാത്മ്യങ്ങൾ ഓർക്കുന്ന സമയത്ത് ശരീരം ആ രോമാഞ്ച ഭാവത്തിലെത്തുക, ആനന്ദ കണ്ണീര് ഒഴുകുക, ഹൃദയം ദ്രവിച്ചില്ലാണ്ടാവുന്ന ഒരവസ്ഥ അല്ലെ. ഭഗവാനെ വിളിച്ചു കഴിഞ്ഞ പിന്നെ ആ ഒരു നില, എല്ലാം മറന്ന് ആ ഭഗവാനിലേക്ക് തന്നെ ഒഴുകുന്ന ഒരവസ്ഥ, ആ മനസ്സ് പൂർണ്ണമായിട്ട് അങ്ങനെ ലയിക്കുക. അപ്പൊ ആ തരത്തില് മനസ്സിലെ അനുഭവങ്ങളൊന്നും ഭഗവാന്റെ കഥ കേൾക്കുമ്പോ ആ ശരീരത്തിൽ രോമാഞ്ചം വരുന്നില്ലെങ്കിൽ അല്ലെ, ആ ഭഗവാന്റെ നാമം ജപിക്കുന്ന സമയത്ത്, ഭഗവാന്റെ ഓരോ തരത്തിലുള്ള ലീലകളെ അനുസ്മരിക്കുന്ന സമയത്ത് കണ്ണിൽ നിന്ന് ധാരധാരിയായിട്ട് ആനന്ദ കണ്ണീര് വരുന്നില്ലെങ്കിൽ, ആ ഹൃദയത്തിന്റെ ആ ദ്രവീഭാവം ഇല്ലെങ്കിൽ മനസ്സ് എങ്ങനെ ശുദ്ധാവും? നോക്കൂ, ഭക്തനെ സംബന്ധിച്ച് പറയുകയാണ്, വാഗ്ഗദ്ഗദാ ദ്രവതേ യസ്യ ചിത്തം രുദത്യഭീഷണം ഹസതി ക്വചിച്ച വിലജ്ജ ഉൽഗായിതി നൃത്യതേജ മൽഭക്തിയുക്തോ ഭുവനം പുനാദി. പറയാണ്, എന്നിലുള്ള ആ ശരിയായിട്ടുള്ള ദൃഢമായിട്ടുള്ള ഭക്തി എന്നാണ്. ആ ഭക്തി വന്നു കഴിഞ്ഞാൽ ആ ഭക്തനെ സംബന്ധിച്ച് ആ ഒരു വാക്കുകളും പുറത്തേക്ക് വരില്ല, തൊണ്ട ഇടറുന്നാണ്. ഹൃദയം അലിയും, പലപ്പോഴും കരഞ്ഞ് കൊണ്ട്, ചിലപ്പോ ചിരിച്ച്, ചിലപ്പോ ഉച്ചത്തില് ഭഗവാന്റെ മഹാത്മ്യങ്ങൾ ഉറക്കപ്പാടും, ആനന്ദ നൃത്തം ചെയ്യും ചിലപ്പോഴ് അല്ലേ. ആ അമൃതാനന്ദമയി ദേവിയൊക്കെ ഭജന സമയത്ത് ഉണ്ടാകുന്ന അനുഭവങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ? എത്രയോ ഇന്നുണ്ട് എത്രയോ ഭക്തന്മാര് ആ ഭക്തി രസത്തില് എല്ലാം മറന്ന് ആ പരമാനന്ദത്തില് അവരെന്താ ചെയ്യുന്നത് എന്ന് അവർക്ക് പോലും അറിയില്ല എന്നാണ്. കാരണം ശരീരത്തെ അവർ മറന്നു. ഭക്തിയുടെ പ്രഭാവം കൊണ്ട് അവർ അറിയാണ്ട് ചെയ്യുന്ന ചേഷ്ടകളാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. അങ്ങനെ ആ തൊണ്ട ഇടറി, ഹൃദയം അലിഞ്ഞ്, പലപ്പോഴും കരഞ്ഞും കൊണ്ട്, ചിലപ്പോ ചിരിച്ച്, ഉച്ചത്തിൽ പാടി, ആനന്ദ നൃത്തം ചെയ്ത് ബാഹ്യ ബോധം മറന്നുകൊണ്ട് കഴിയണ ഭക്തൻ ആ തന്റെ സാന്നിധ്യം കൊണ്ട് ശരിക്ക് ബ്രഹ്മാണ്ടത്തെ മുഴുവൻ പരിശുദ്ധമാക്കണമെന്നാണ്. അതാണ് ഒരു ഭക്തൻ ഒരു ദേശത്തുണ്ടായ ആ ദേശം മുഴുവൻ പവിത്രീകരിക്കപ്പെട്ടു എന്നാണ്. ആ ഭൂമി മുഴുവൻ പരിശുദ്ധിയായിട്ട് തീരുന്നതാണ്. ഒരു ഭക്തന്റെ സാന്നിധ്യം എത്ര വലുതാന്ന് ആലോചിച്ച് നോക്കൂ. ആ അസുര കുലത്തില് പ്രഹ്ലാദൻ ജനിച്ചു. പ്രഹ്ലാദന്റെ ജന്മം കൊണ്ട് എന്താ ഉണ്ടായത്? അസുരകുലത്തിന്റെ 21 തലമുറയ്ക്ക് ശുദ്ധി കിട്ടി എന്നാണ്. ഇതൊക്കെ കേൾക്കണം. നമ്മള് കേൾക്കണുണ്ടോ പ്രേക്ഷകരെ? നമ്മളൊക്കെ നമ്മുടെ മക്കളെ എഞ്ചിനീയർ ആക്കണം, ഡോക്ടർ ആക്കണം, കളക്ടർ ആക്കണം എന്നും പറഞ്ഞ് വലിയ വലിയ പദവികൾക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ നട്ടോട്ടോടി കുട്ടികളെ അതിന്റെ പിന്നാലെ അതില് ആസക്തി കൊടുത്തിട്ട് അവരെ അതിലേക്ക് തിരിച്ചു വിടുന്നത്. അങ്ങനെയൊക്കെ തിരിച്ചു വിടുന്നത് കുഴപ്പമൊന്നുമില്ല, ഭൗതികമായിട്ട് നേട്ടങ്ങളൊക്കെ വേണം, ശരിയാണ്. പക്ഷെ അതിന്റെ അടിസ്ഥാനം ഇവിടെ ഈ ഭാഗവതം ശാസ്ത്രം പറയണു, വേദത്തിന്റെ താല്പര്യമായിട്ടുള്ള ശ്രീമദ് ഭാഗവതം പറയണത് എന്താ? ഭക്തന്മാരാക്കി തീർക്കണം നമ്മൾ കുട്ടികളെ. ഒരു ഭക്തൻ ആ വംശത്തിൽ ജനിച്ചാൽ ആ വംശത്തിന്റെ 21 തലമുറയ്ക്കാണ് ശുദ്ധി കിട്ടുക. പ്രഹ്ലാദൻ അസുരകുലത്തിൽ ജനിച്ചതോടുകൂടെ ആ അസുരകുലത്തിന്റെ 21 തലമുറ, കഴിഞ്ഞ 10 തലമുറ, വരാൻ പോകുന്ന 10 തലമുറ, വർത്തമാന തലമുറയൊന്ന്, അങ്ങനെ 21 തലമുറയ്ക്ക് ശുദ്ധി കിട്ടി. നോക്കൂ, ഇപ്പൊ തറവാട്ടില് ഒരു വലിയ ഡോക്ടർ ഉണ്ടായി, അല്ലെങ്കിൽ കളക്ടർ ഉണ്ടായി, അല്ലെങ്കിലോ വലിയ നിയമന്മാർ. അതുകൊണ്ട് എന്താ പ്രയോജനം? ഭൗതികമായിട്ട് കുറച്ച് സമ്പത്ത് സമ്പാദിക്കാന്നല്ലാണ്ട് അതിന്റെ അപ്പുറത്തേക്ക് അതുകൊണ്ട് പ്രയോജനം കിട്ടില്ല. പക്ഷേ ഈ കളക്ടറായിട്ടിരിക്കുന്ന ആളും, ഡോക്ടറായിട്ടിരിക്കുന്ന ആളും, എഞ്ചിനീയർ ആയിട്ടിരിക്കുന്ന ആളും, വലിയ വലിയ പദവി അലങ്കരിക്കുന്ന ആളും അടിസ്ഥാനമായിട്ട് ഭക്തി അയാൾക്കുണ്ടെങ്കിൽ അതുകൊണ്ട് അയാൾക്കും പ്രയോജനം, അതുപോലെ അവരുടെ ബന്ധുക്കൾക്ക്, കൂട്ടുകാർക്ക് പ്രയോജനം, ലോകത്തിന് തന്നെ അത് പ്രയോജനമായിട്ട് തീരുന്നതാണ്. ഭക്തി ഉണ്ടാവുക, ഭക്തനായിട്ടുള്ള ആളുകള് ഈ പറഞ്ഞ പോലെ വലിയ വലിയ സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കണം.
എങ്കിലും ആ ഭക്തന്മാര് നിസ്വാർത്ഥന്മാരാണ്, സ്വാർത്ഥം അവരുടെ ഉള്ളിൽ ഉണ്ടാവില്ല. അപ്പൊ അവര് ചെയ്യുന്ന പ്രവൃത്തി മുഴുവൻ ലോകത്തിന്റെ മംഗളത്തിനായിട്ട് വരും, എല്ലാവർക്കും അതിന്റെ പ്രയോജനം കിട്ടും. ഇപ്പൊ തനി സ്വാർത്ഥികളാണ് ഉയർന്ന ഉയർന്ന സ്ഥാനങ്ങളിലൊക്കെ ചെന്നിരിക്കുന്നത്. ഇപ്പൊ കാണില്ലേ, ഇപ്പൊ ഇലക്ഷൻ പ്രഖ്യാപിച്ചതോടുകൂടി എത്ര ആളുകളാണ് ഇപ്പോ ആ സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നിതു ചിലർ. എത്ര എത്ര സ്പഷ്ടമായിട്ടപ്പോ മാധ്യമങ്ങളിലൂടെ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. ഇവരൊക്കെ ലോകത്തെ സേവിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടൊന്നും അത് വളരെ തുച്ഛമായിട്ട് ആരെങ്കിലും ഉണ്ടാവുള്ളൂ. പിന്നൊക്കെ എന്താ, തനി സ്വാർത്ഥികൾ എന്നാണ്. അവരുടെ സ്വാർത്ഥം സാധിക്കാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ. ഇവിടെ ഭക്തനെ സംബന്ധിച്ച് സ്വാർത്ഥം എന്ന ഭാവം തന്നെ ഇല്ലല്ലോ. നിസ്വാർത്ഥനാണ് ഭക്തൻ, തന്നെ പോലെ എല്ലാവരെയും കാണുന്ന ആളാണ് ഭക്തൻ. അപ്പൊ താൻ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് എല്ലാവർക്കും ക്ഷേമം ഉണ്ടാവും. ലോക സമസ്താഹ സുഖിനോ ഭവന്തു. തന്റെ പ്രവർത്തനം കൊണ്ട് ലോകത്തിന് മുഴുവൻ സുഖം. അപ്പൊ ഇങ്ങനെ ആ ഭക്തന്റെ പ്രഭാവം കൊണ്ട് ലോകത്തെ മുഴുവൻ പരിശുദ്ധീകരിക്കണു. പിന്നെ പറയുകയാണ്, യഥാഹേമമലം ജഹാദി ധബ്ദം പുനഃസ്വം ഭജതേജരൂപം ആത്മാജ കർമാനുശയം വിധൂയാമൽ ഭക്തി യോഗേന ഭജത്യധോമാം. ഈ സ്വർണത്തിന്റെ ചെളി കളയാൻ വേണ്ടിയിട്ട് അഗ്നിയിലിട്ട് ഉരുക്കും തോറും ആ മാലിന്യം നീങ്ങി സ്വർണം തനി തങ്കമായിട്ട് തീരുന്നത് പോലെയാണ് ഭക്തി കൊണ്ട് കർമ്മവാസനകളാകുന്ന ദോഷങ്ങൾ നീങ്ങിയ മനസ്സ് ശുദ്ധമായിട്ട് തീരുന്നത്. അതില് യഥാ പരിമൃജ്യതേ സോമൽ പുണ്യഗാഥാ ശ്രവണാഭിധാനൈ തഥാ തഥാ പശ്യതി വസ്തു സൂക്ഷ്മം ചക്ഷുർ യഥൈവാഞ്ജന സംപ്രയുക്തം. ഭഗവാന്റെ കഥകൾ കേൾക്കുക അല്ലേ. ഭക്തി അതായത് ആ ഭക്തി കൊണ്ട് കർമ്മവാസനകളാകുന്ന ദോഷങ്ങളൊക്കെ നീങ്ങിയ മനസ്സ് ശുദ്ധമായിട്ട് തീരും. തിമിര രോഗം ബാധിച്ച ആൾക്ക് ഔഷധ പ്രയോഗം പോലെയാണ്. അതായത് ഈ തിമിരം ബാധിച്ചു കഴിഞ്ഞാൽ പണ്ടൊക്കെ ഒരു തരം മഷി കണ്ണിൽ എഴുതുകയാണ്. അത് ദിവസവും നമ്മൾ ശ്രദ്ധയോടുകൂടി ആ മരുന്ന് ആ മഷി കണ്ണിൽ എഴുതുന്ന സമയത്ത് ആ തിമിര രോഗം ബാധിച്ച ആൾക്ക് ഔഷധ പ്രയോഗം കൊണ്ട് ദിവസം പ്രതി രോഗം കുറഞ്ഞ് തിമിരം കുറഞ്ഞ് കണ്ണിന് ക്രമേണ കാഴ്ചശക്തി കൂടി വരുന്നുണ്ട്. അങ്ങനെ കാഴ്ചശക്തി തിരിച്ചു കിട്ടണില്ലേ? അതുപോലെ തിമിര രോഗത്തിന് ഔഷധ പ്രയോഗം പോലെയാണ് മനോമാലിന്യങ്ങൾ നീങ്ങാനായിട്ട് എൻ്റെ പുണ്യകഥകളെ കേൾക്കലും കീർത്തിക്കലുമാകുന്ന അനുഷ്ഠാനം. ഭഗവത് കഥകളുടെ ശ്രവണ കീർത്തനങ്ങളെ കൊണ്ട് കർമ്മവാസനകളെ കുറഞ്ഞു വരും. അങ്ങനെ ആ കർമ്മവാസനകളെ കുറഞ്ഞു വരുന്തോറും മനസ്സ് ശുദ്ധമായി കൊണ്ടിരിക്കുന്ന മനസ്സില് ആത്മബോധം കൂടുതൽ അനുഭവിക്കാനും തുടങ്ങും. അങ്ങനെയാണ് ആ ഭക്തി കൊണ്ട് മനസ്സിനെ ശുദ്ധീകരിക്കുന്നത്. എന്നിട്ട് എന്താ ഭഗവാൻ പറഞ്ഞത്? ഒരിക്കലും വിഷയങ്ങളോടുകൂടി ബന്ധപ്പെടരുത്. വിഷയാൻ ധ്യായതച്ചിത്തം വിഷയേഷു വിഷജ്യതേ മാ മനുസ്മരതച്ചിത്തം അയ്യേവ പ്രവിലീയതേ. ഈ ശബ്ദാദി വിഷയങ്ങളെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന മനസ്സ് വിഷയങ്ങളിൽ ആസക്തമായിട്ട് തീരും. ഈശ്വരനായിട്ടുള്ള എന്നെ തന്നെ സദാ സ്മരിക്കുന്ന ചിത്തം ആത്മാവിൽ പൂർണ്ണമായിട്ട് ലയിക്കുന്നതാണ്. അപ്പൊ എപ്പോഴും നിരന്തരം ഈശ്വരനെ തന്നെ സ്മരിക്കുക. സമുദ്രത്തിലെ തിരമാല എന്നതുപോലെ ആത്മാവിൽ വികസിച്ചതാണ് മനസ്സ്. നിരന്തരമായിട്ടുള്ള ആത്മചിന്തനം കൊണ്ട് മാത്രമേ മനസ്സ് തിരമാല സമുദ്രത്തിൽ എന്നതുപോലെ ആത്മാവിൽ ലയിച്ച് ഒന്നായി തീരുള്ളൂ. ആ പ്രപഞ്ച വിഷയങ്ങള് അതുപോലെ തന്നെ തസ്മാസതവിധ്യാനം യഥാ സ്വപ്ന മനോരഥം ഹിത്വാമയി സമാധത്വ മനോമൽഭാവഭാവിത. അതായത് ഈ പ്രപഞ്ച വിഷയങ്ങള് സ്വപ്നം, മനോരാജ്യം എന്നിവ പോലെ ഭ്രമം കൊണ്ട് ആത്മാവിൽ തോന്നപ്പെടുന്നവയാണ്. ഈ പ്രപഞ്ച മായ കൊണ്ട് തോന്നുന്നതാണ് ഈ ലോകത്തിന്റെ അനുഭവങ്ങള്. അതിനൊന്നും സത്യത്വമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഈ ലോക വിഷയങ്ങളെ കുറിച്ചുള്ള ചിന്ത നിശേഷം ഉപേക്ഷിച്ചിട്ട് ഭഗവത് ധ്യാനം കൊണ്ട് ശുദ്ധമായി തീർന്ന മനസ്സിനെ ആത്മാവില് നിശ്ചലമായിട്ട് ഉറപ്പിക്കണം. ആ ആത്മാവിൽ നിശ്ചലമായിട്ട് മനസ്സുറച്ചു കഴിഞ്ഞാൽ പിന്നെ ആത്മാവിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല. അതിനെന്താ വേണ്ടത്? ഒരിക്കലും വിഷയികളായിട്ട് നമ്മൾ ബന്ധപ്പെടരുത്. ഭക്തി സൂത്രത്തിൽ പറയുന്നത് ദുസ്സംഗ സർവദാ ത്യാജ്യ എന്നാണ്. ഭക്തി സത്സംഗമാണെന്നല്ല ആദ്യം പറയുക ഭക്തി സൂത്രത്തില്, നാരദ ഭക്തി സൂത്രത്തില്. ദുസ്സംഗം പലവിധാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് സ്ത്രീണാം സ്ത്രീസംഗിനാം സംഘം തെക്വാ ദൂരത ആത്മവാൻ ക്ഷേമേ വിവിക്ത ആസീന ചിന്തയേന്മാമതന്ത്രിത. ആ ആത്മാവിനെ ആത്മനിഷ്ഠനായി തീരണം എന്ന ആഗ്രഹമുള്ള ആള്. ഇവിടെ സ്ത്രീകൾ എന്ന് പറഞ്ഞ സ്ത്രീകൾ ഇത് കേൾക്കുന്ന അമ്മമാരൊന്നും പേടിക്കണ്ട.
പറഞ്ഞത് ഈ 3 ഗുണങ്ങളോടുകൂടി ബന്ധപ്പെടരുത് എന്നാണ് ഈ സ്ത്രീ എന്നുള്ള ഉദ്ദേശം കൊണ്ട്. അത് ഞാൻ നേരത്തെ ആ സംശയം ഇല്ലാണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. സ്ത്രീ എന്ന് വെച്ചാല് സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, ഈ ഗുണങ്ങളുടെ സമ്മേളനത്തിനെയാണ് ഇവിടെ സ്ത്രീ എന്ന ഭാവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് നമ്മൾ വിചാരിക്കുന്ന ലേഡീസ് എന്ന ഭാവത്തിലല്ല. അതുകൊണ്ട് അവര് നോക്കൂ, എത്രയെത്ര അതായത് സ്ത്രീകളാണ് ആത്മപ്രാപ്തി നേടിയിട്ടുള്ള ആളുകൾ ചരിത്രത്തിലെ ഉപനിഷത്തുകളിലൊക്കെ പറയുന്നില്ലേ, ശാസ്ത്രങ്ങളിലൊക്കെ. ഇപ്പോഴും എത്ര അമ്മമാര് ആ നിഷ്കളങ്ക ഭക്തി വളർത്തി ആ ഉപാസനയിലൂടെ നോക്ക് കുറൂരമ്മയുടെ കഥ നമ്മൾ കേട്ടിട്ടില്ലേ. ഇപ്പോഴും എത്രയോ അങ്ങനെ സ്ത്രീകളെ അതായത് ഇവിടെ മോശമായിട്ട് പറയുന്നതായിട്ട് ഒരിക്കലും ധരിക്കരുത്. എന്നോട് തന്നെ ചില സപ്താഹത്തിൽ ചില ആളുകൾ ചോദിച്ചിട്ടുണ്ട്, ചില അമ്മമാര്, ഞങ്ങളാണ് ശ്രദ്ധയോടുകൂടി ഇവിടെ ഇരിക്കുക എന്നിട്ട് ഞങ്ങളെ തന്നെയാണല്ലോ ശാസ്ത്രം കുറ്റം പറയണത്. നിങ്ങളെ അല്ല പറയണത്, 3 ഗുണങ്ങളുടെ സമ്മേളനത്തെ, ആ 3 ഗുണങ്ങളുടെ സമ്മിശ്രണമായിട്ടുള്ള ഭാവമാണ് ഈ സ്ത്രീ എന്ന് പറയുമ്പോൾ. അതായത് ആ വിഷയങ്ങൾ വേണമെന്നുള്ള തോന്നല്, ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിലേക്ക് വ്യാപരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളെ വിജൃംഭിപ്പിക്കുന്ന ഓരോ വികാരങ്ങളിലൂടെ ഇന്ദ്രിയങ്ങളെ വിജൃംഭിപ്പിക്കുന്നതായിട്ടുള്ള ഭാവം, ഇതിനെയാണ് സ്ത്രീ എന്ന ആ ശബ്ദം കൊണ്ട് സൂചിപ്പിക്കുന്നത്, അല്ലാണ്ട് പെണ്ണുങ്ങൾ എന്ന അർത്ഥത്തിലല്ല. അതുകൊണ്ട് അവിടെ പറയുന്നത് ആത്മാവിനെ ആശ്രയിക്കുന്നവര് സ്ത്രീകളോടും സ്ത്രീകളുമായിട്ട് ചേർന്നിരിക്കുന്നവരോടും, അതായത് വിഷയസംഖ്യകളോട് സംസർഗം തീരെ വർദ്ധിക്കണം എന്നാണ്. എന്നിട്ട് എന്താ വേണ്ടത്? ക്ഷേമേ വിവിക്ത ആസീന, ഏകാന്തമായിട്ടുള്ള സ്ഥാനത്ത് ഒരു സുഖമായിട്ട് ഇരിക്കുക, ഇന്ദ്രിയങ്ങളെ അടക്കിയിട്ട് എന്നെ ധ്യാനിക്കണം എന്ന് പറയുകയാണ്. കാരണം ഈ വിഷയങ്ങളായിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈശ്വരനെ കുറിച്ച് ധ്യാനിക്കാൻ സമയം കിട്ടില്ല. അവരോരോ വിഷയങ്ങളെ കുറിച്ചാ പറയുക. എന്തിനിപ്പോ നമ്മൾ തീർത്ഥാടനത്തിന് പോകുമ്പോ തന്നെ ആ പോണ വഴിക്ക് തീർത്ഥാടനത്തിന് മാഹാത്മ്യം എന്നല്ലല്ലോ പറയുക, വിഷയങ്ങളെ കുറിച്ചല്ലേ പറയുക. അപ്പൊ അതുകൊണ്ടാണ് ഏകാന്തത്തിൽ ചെന്നിരിക്കുക, ആരുമായിട്ട് ബന്ധം വരരുത്, പ്രത്യേകിച്ച് വിഷയലംബടന്മാരുമായിട്ട് ഒട്ടും ബന്ധം വരാൻ പാടില്ല. അത് ദുഃഖത്തിന് കാരണമായിട്ട് തീരുന്നതാണ്. അങ്ങനെ ധ്യാനിക്കണം എന്ന് പറഞ്ഞപ്പോ ഉദ്ധവൻ ചോദിച്ചു, ഭഗവാനെ ആ ധ്യാനത്തിന്റെ സ്വരൂപം എന്താണെന്നാണ് പിന്നെ ചോദിക്കുന്നത്. ഇനി ആ ധ്യാനത്തിന്റെ ഭാവം ഇവിടെ ഒന്ന് വർണ്ണിക്കുന്നത് വിസ്തരിച്ചൊക്കെ പറയേണ്ടത് നമുക്ക് അതിന് സമയമില്ലാത്തതുകൊണ്ടൊന്ന് ചുരുക്കി നോക്കാം. എന്താ? അതായത് ആ സമ ആസനാസീന സമകായോ യഥാസുഖം ഹസ്താവ് ഉത്സംഗാതായ സ്വനാസാഗ്ര കൃതേക്ഷണ. ഇവിടെ ഇനി ആ ധ്യാനിക്കേണ്ട വിധം പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ ശ്ലോകം ഒന്നും പറയുന്നില്ല, ആ കാര്യങ്ങൾ മാത്രം നമുക്ക് പറയാം. ഇവിടെ പറയണ ഉദ്ധവ, സിദ്ധാസനം, പത്മാസനം, സുഖാസനം, സ്വസ്തികാസനം, വീരാസനം, അങ്ങനെ ഏതെങ്കിലും ഒരു ആസനത്തില് നീണ്ടു നിവർന്നിരിക്കണം, ശരീരത്തെ നിശ്ചലമാക്കി നീണ്ടു നിവർന്നിരിക്കുക എന്നാണ്. സ്ഥിര സുഖമാസനം എന്നാണ് ശാസ്ത്രം ആസനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്നാണ്. അതായത് ഏതൊരാസനത്തില് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ 3 മണിക്കൂർ ഇളകാതെ ഇരിക്കാൻ പറ്റുമോ ആ ആസനം തിരഞ്ഞെടുത്തോളൂ. കുഴപ്പമില്ല, നമുക്ക് ഏത് ആസനത്തിൽ ഇരുന്നാൽ 3 മണിക്കൂർ ശരീരത്തെ നിശ്ചലമാക്കി വെക്കാൻ പറ്റുമോ, ഇളകാതിരിക്കാൻ പറ്റുമോ. ഇരിക്കുന്ന സമയത്ത് ഒരു കാര്യം, അധികം ഉയരമുള്ളതാവാൻ പാടില്ല, ഇരിപ്പിടം താഴ്ചയുള്ളതാവാൻ പാടില്ല. അതിനൊക്കെ ഇപ്പൊ ശാസ്ത്രം പറയുക, എന്റെ ഗുരുനാഥനൊക്കെ പറയണത് ദർഭ കൊണ്ടൊരു തടുക്ക്, അതിന്റെ മീതെ നനച്ചുണങ്ങിയ ഒരു കമ്പിളി, അതിന്റെ മീതെ ഒരു തോർത്ത് വിരിക്കുക, അതിന്റെ മീതെ ഇരിക്കുക എന്നാണ്. ആ ഇരിക്കുന്ന സമയത്ത് തലയും കഴുത്തും നട്ടലും പാരലായിട്ട് തന്നെ ഇരിക്കണം എന്നാണ്. ഇപ്പൊ ധ്യാനത്തിനായിട്ട് ആളുകൾ ധ്യാന കോഴ്സൊക്കെ ഉണ്ട്, അതിനൊക്കെ പോകുന്നുണ്ട്. പക്ഷേ പോണതൊക്കെ കൊള്ളാം. ഈ പറഞ്ഞ ആ അനുഭവത്തിലൂടെ നമ്മൾ പോവുകയാണെച്ചാൽ ഈ പറഞ്ഞ ആ ധ്യാനത്തിലൂടെ നമുക്ക് ഈശ്വരനെ അനുഭവിക്കാൻ പറ്റും. അല്ലാണ്ട് കേറി ചെന്നുകൊണ്ട് ധ്യാനിക്കാൻ, അതായത് അഷ്ടാംഗ യോഗത്തിലാണ് ധ്യാനത്തിന്റെ ഭാവം. അതില് യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ കഴിഞ്ഞു വേണം ധ്യാനം. അപ്പൊ ഈ 6 അടിസ്ഥാനമായിട്ട് ഉണ്ടായാലേ 7ാമത്തേതായിട്ടുള്ള ധ്യാനത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. ഇപ്പൊ പല ധ്യാന കോഴ്സിന് പോണ ആളുകൾ ഈ 6 ഇല്ലാണ്ടാണ് പെട്ടെന്ന് തന്നെ ആ ഉത്തുംഗ ശബ്ദത്തിൽ പോയി പിടിക്കാന്നും പറഞ്ഞ് ധ്യാനിക്കാൻ നേരെയാവൊന്നുമില്ല. പറഞ്ഞു കൊടുക്കുന്ന ആളുടെ മനസ്സും ധ്യാനിക്കാൻ ഭഗവാനെ കാണില്ല. അപ്പൊ പിന്നെ ഇരിക്കുന്ന ആൾക്കും ഭഗവാനെ കാണാൻ പറ്റില്ല. അപ്പൊ മനസ്സ് അങ്ങേയറ്റം ശുദ്ധമായിട്ട്, മനസ്സിൽ ചിന്തകൾ പൂർണ്ണമായിട്ട് ഇല്ലാണ്ടായി, വിഷയവാസനകൾ നീങ്ങി, ആഗ്രഹത്തിന്റെ കണിക പോലും ഇല്ലാതെ മനസ്സ് ശുദ്ധമാകുമ്പോഴാണ് ആ മനസ്സിൽ നമുക്ക് ഈശ്വരനെ അല്ലെങ്കിൽ ഇഷ്ടദേവനെ ധ്യാനിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ധ്യാനിക്കാനിരിക്കും, ഇഷ്ടദേവം മാത്രം വരില്ല, വേണ്ടാത്തതൊക്കെ വരികയും ചെയ്യും. അതല്ലേ ഇപ്പൊ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.
ഞാൻ ബാംഗ്ലൂർ ഒരു സപ്താഹത്തിൽ ചെന്നപ്പോ അവിടെ ഒരു അമ്മ ശ്രദ്ധയോടുകൂടി ഇരിക്കും. പക്ഷെ അമ്മ എന്നോട് ഒരു സങ്കടമായിട്ട് വന്നു റൂമിൽ. എന്തേ ചോദിച്ചു. ഞാൻ കൃഷ്ണന്റെ ഭക്തയാണ്, കൃഷ്ണനെ ധ്യാനിക്കണം നല്ല മോഹ, പക്ഷെ ധ്യാനിക്കാൻ ഇരിക്കുമ്പോ കൃഷ്ണനെ ഓർമ്മ വരികയില്ല. പെട്ടെന്ന് അതായത് ആ ഓർമ്മ വരില്ല, വേണ്ടാത്തതൊക്കെ വരികയാണ്, അതുകൊണ്ട് ഉറക്കമില്ല എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഒന്ന് കാര്യം ചെയ്യുന്ന അമ്മ ചെന്നിട്ട് ശരിക്ക് കൃഷ്ണനെ കാണണം എന്നുള്ള ഭാവത്തില് ശരിക്ക് ആ കൃഷ്ണനെ തന്നെ ധ്യാനിച്ചോളൂ. അപ്പൊ ഈ ഉറക്കം വരില്ല എന്നുള്ള ബുദ്ധിമുട്ടാണ് എന്നോട് വന്ന് പറയാൻ വന്നത്. അപ്പോ ആ താനെ ഉറക്കം വരും എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു എന്നാണ്. പിറ്റേന്ന് അയ്യമ്മ നേരത്തെ 5:30 ആകുമ്പോഴേക്കും സപ്താഹ മണ്ഡപത്തിൽ എത്തി. വേഗം എന്റെ മുറിയുടെ മുമ്പിൽ നിൽക്കുക. ഞാൻ വാതിൽ തുറക്കുമ്പോ അയ്യമ്മയുണ്ട്. ഇത് ചോദിച്ചു, അല്ല എനിക്ക് ഇന്നലെ ഉറങ്ങാൻ പറ്റിയിട്ടോ എന്തേ ചോദിച്ചു. ഞാൻ കൃഷ്ണനെ കാണണം എന്നുള്ള ഭാവത്തിൽ മനസ്സിൽ കൃഷ്ണനെ തന്നെ ധ്യാനിച്ചിരുന്നു. പക്ഷെ കൃഷ്ണൻ ശരിക്ക് മനസ്സിലൊന്നും തെളിഞ്ഞില്ല. കുറച്ചു കഴിഞ്ഞപ്പോ എന്താ ഉണ്ടായത്, ഉറക്കമാ വന്നത്. അതുകൊണ്ട് സുഖമായിട്ട് ഉറങ്ങിയെന്നാണ്. എന്താണ്, ഒന്നുകിൽ ചിന്ത അല്ലെങ്കിൽ ഉറക്കം. നമ്മൾ വിചാരിക്കുന്ന ഈശ്വരന്റെ ഭാവം ഒന്നും പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരില്ല. അതുകൊണ്ടാണ് ഇവിടെ ഈ 6 പടികൾ നേരത്തെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഈ ധ്യാനത്തിന്. അത് കഴിഞ്ഞിട്ട് 7ാമത്തെ പടിയാണ് ധ്യാനം എന്നാണ് അഷ്ടാംഗ യോഗത്തില്. അപ്പൊ ഇവിടെ ഏതെങ്കിലും ഒരു ആസനത്തിൽ നീണ്ടു നിവർന്നിരിക്കുക, ശരീരത്തെ നിശ്ചലമാക്കിയിട്ട് വെക്കുക, കൈകളെ രണ്ടും ചേർത്ത് മടിയിൽ വെക്കുക, അതായത് ഈ മൂക്കിന്റെ അഗ്രത്തിലേക്ക് ആ കണ്ണിനെ ഉറപ്പിക്കുക എന്നാണ്. അതായത് നമ്മളിപ്പോ ഒരു ഏകാഗ്രത, ഒരു ഭാവത്തിൽ ഏകാഗ്രത കൊടുത്തിട്ടില്ലെങ്കിൽ വേണ്ടാത്തതൊക്കെ നമുക്ക് കാണേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് മൂക്കിന്റെ അഗ്രത്തിലേക്ക് നോക്കാൻ പറഞ്ഞത് എന്നാണ്. ചിലപ്പോൾ കണ്ണടച്ചിരിക്കാനൊക്കെ പറയും, പക്ഷെ ഈ കണ്ണടച്ചിരുന്ന ചിലപ്പോൾ ഒരു കുഴപ്പമുണ്ട്, ഈ മനസ്സടങ്ങിയാൽ നമ്മൾ അറിയാതെ ഉറങ്ങിപ്പോകും. അതുകൊണ്ടാണ് ഇവിടെ കണ്ണ് പാതി തുറന്ന ഭാവത്തില് ശരിക്കും നാസിക അഗ്രത്തില് കണ്ണിനെ ഉറപ്പിക്കുക. എന്നിട്ടോ ആ ദൃഷ്ടി ഉറപ്പിച്ചിട്ട് പ്രാണായാമം അഭ്യസിക്കണം. പൂരകം, കുംഭകം, രേചകം, അതിനൊക്കെ ചില നിബന്ധനകളുണ്ട്. അതിനനുസരിച്ചിട്ട് വേണം പ്രാണായാമം. ആ ഇടത്തെ മൂക്കിലൂടെ പ്രാണനെ വലിച്ചെടുത്ത് അതിനെ പൂരകം, പിന്നെ ഉള്ളിൽ കുമ്പിപ്പിച്ച് നിർത്തുക. അത് എത്ര സമയം ഉണ്ട്, എടുത്തതിന്റെ 4 ഇരട്ടി എന്നൊക്കെ പറയും. അത് 8, അതിനൊക്കെ ചില ഭാവങ്ങളുണ്ട്. അപ്പൊ ഉള്ളിൽ നിർത്തുക, അതിനെ കുംഭകം എന്ന് പറയും. പിന്നെ പുറത്തേക്ക് വിടുന്നത് അത് വലത്തെ മൂക്കിലൂടെ, അത് രേചകം എന്നാണ്. ഇങ്ങനെ ആ വിപരീത ക്രമത്തില് ആദ്യം അത് കഴിഞ്ഞ്, അതായത് ഇടത്തെ മൂക്കിലൂടെ പ്രാണനെ എടുത്ത് ഉള്ളിൽ നിർത്തി വലത്തെ മൂക്കിലൂടെ വിടുക, വലത്തെ മൂക്കിലൂടെ പ്രാണനെ എടുത്തിട്ട് ഉള്ളിൽ നിർത്തിയിട്ട് ഇടത്തെ മൂക്കിൽ, അങ്ങനെയാണ് 2 ഭാവത്തില്. ഇങ്ങനെ പ്രാണായാമം ചെയ്യുക. പ്രാണായാമം ചെയ്ത് പ്രാണനെ നിയന്ത്രിക്കണം എന്നാണ്. അപ്പൊ ഇങ്ങനെ ശരിക്കും പ്രാണായാമം ഒരു 3 ദിവസം ഒരു 3 നേരം, രാവിലെ, മധ്യാഹ്നത്തില്, വൈകുന്നേരം, ആ 3 സന്ധ്യകളില് അങ്ങനെ ചെയ്തു കഴിഞ്ഞാല് ഒരു 10 പ്രാണായാമം വീതം ചെയ്യുകയാണെങ്കിൽ 1 മാസം കൊണ്ട് പ്രാണനെ നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പൊ പ്രാണചലനം അടങ്ങി മനസ്സ് സാമാന്യം നിശ്ചലമായിട്ട് തീരും. പിന്നെയാണ് ഹൃദയത്തെ ഒരു താമരമൊട്ടിന്റെ രൂപത്തിൽ ചിന്തിക്കുക. ആ താമരമൊട്ട് മേലോട്ട് ഉയർന്ന് വികസിച്ച് 8 ദളങ്ങളോട് കൂടിയതായിട്ട് സങ്കല്പിക്കുക. മിന്നിത്തിളങ്ങുന്നതായിട്ടുള്ള ആ കർണികയോട് കൂടിയതാണ് ഈ താമര എന്ന് ധ്യാനിക്കുക. കർണികയുടെ മധ്യത്തില് ആദ്യം സൂര്യനെ, പിന്നെ ചന്ദ്രനെ, പിന്നെ അഗ്നിയെ ഭാവന ചെയ്യണം. ആദ്യം സൂര്യനെ, അതായത് കണ്ണടച്ചാൽ നമ്മുടെ ഉള്ളിൽ ഇരുട്ടാ വരിക, ഉള്ളിലുള്ള തമസ് അജ്ഞാനമാണ്. അപ്പൊ അതിനെ ഇല്ലാണ്ടാക്കാനാണ് സൂര്യനെ ധ്യാനിക്കുന്നത്. ആ അജ്ഞാനത്തെ ഇല്ലാണ്ടാക്കി വെളിച്ചം വരികയാണ്, ജ്ഞാനം വരികയാണ്. ആ സൂര്യനെ ധ്യാനിച്ചു കഴിഞ്ഞാൽ സൂര്യന്റെ ഗുണങ്ങൾ നമ്മളിൽ പ്രകാശിക്കുന്നു. ആ ധ്യാനം ശരിയായിട്ടുള്ള രീതിയിലാണെങ്കിൽ സൂര്യന്റെ ഗുണമാണ് ചൂട്, വെളിച്ചം. വെളിച്ചം ഉള്ളിൽ കിട്ടും, അപ്പൊ ചൂടും ഉണ്ടാവും. അപ്പൊ ശരീരത്തിൽ നല്ല വിയർപ്പൊക്കെ വരും ആ സമയത്തൊക്കെ എന്നാണ്. അപ്പൊ ഉള്ളിൽ ആ ചൂടിനെ ശമിപ്പിക്കാനാണ് ചന്ദ്രനെ ധ്യാനിക്കാൻ പറയുന്നത് എന്നാണ്. ആ ചന്ദ്രൻ ശരിക്കും തന്റെ ശീതളിമമായിട്ടുള്ള ഭാവം കൊണ്ട് മനസ്സിനെയും ശരീരത്തെയും കുളിർപ്പിക്കുന്നതാണ്. ചന്ദ്രന്റെ ഭാവം അങ്ങനെയാണ്. പക്ഷെ ചന്ദ്രൻ അങ്ങനെ ആ കുളിർമ തരുമെങ്കിലും ചന്ദ്രന് വേറൊരു കുഴപ്പമുണ്ട്. മനസ്സിന്റെ അധിഷ്ഠാന ദേവനാണ് ചന്ദ്രൻ. മനസ്സ് കാരക ചന്ദ്ര എന്നാണ്. മനസ്സിന്റെ കാരകനാണ് ചന്ദ്രൻ എന്നുള്ളത് കൊണ്ട് മനസ്സില് പൂർവ്വജന്മത്തിലുള്ള വാസനകള് ചിലപ്പോ പൊന്തി വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതില്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ചന്ദ്രമണ്ഡലത്തിന് നടുവില് അഗ്നിമണ്ഡലത്തെ ഭാവന ചെയ്യാൻ പറയുന്നത്. ഈ അഗ്നിമണ്ഡലത്തിന്റെ പ്രത്യേകത എന്താ? ജ്ഞാനാഗ്നിയാണ് അല്ലേ? ജ്ഞാനാഗ്നിയുടെ പ്രത്യേകത ഇന്നലെ പറഞ്ഞില്ലേ, ജ്ഞാനാഗ്നി സർവകർമാണ ഭസ്മസാൽ കുരുതി എന്നാണ്. സർവകർമ്മവാസനകളെയും അഗ്നി നശിപ്പിക്കും ജ്ഞാനാഗ്നി എന്നാണ്. അങ്ങനെ അഗ്നിമണ്ഡലത്തിന്റെ നടുവിൽ വേണം ഇഷ്ടദേവതാ സ്വരൂപേണ, അതായത് ശുദ്ധിക്കായിട്ടും അഗ്നിയാണ് വേണ്ടത് എന്നാ പറയുക. അപ്പോ ആ ശുദ്ധിക്കായിട്ടും ഇവിടെ അഗ്നിമണ്ഡലത്തിന്റെ മധ്യത്തില് ഇഷ്ടദേവതാ സ്വരൂപത്തിൽ ഭഗവാനെ ധ്യാനിക്കണം. ആദ്യം പാദാദികേശൊക്കെ, നമ്മളിപ്പോ ധ്യാനത്തിനായിട്ട് ഒരു ദേവനെ തെരഞ്ഞെടുത്താൽ പിന്നെ അത് മാറ്റരുത്.
ഓരോരുത്തർ ഇപ്പൊ 6 മാസം ഗുരുവായൂരപ്പനെ, അത് കഴിഞ്ഞ 6 മാസം അയ്യപ്പനെ, 6 മാസം ഭഗവതിയെ ഇല്ല. ഇവിടെ ഭഗവതി ആയിട്ടിരിക്കുന്നതോ അയ്യപ്പനായിട്ടിരിക്കുന്നതും ഗുരുവായൂരപ്പനായിട്ടിരിക്കുന്നതൊക്കെ ഒരേ ഒരു ശക്തി. നമ്മളൊക്കെ നമ്മുടെ മനസ്സിന്റെ ഭാവനയ്ക്കനുസരിച്ച് പല രൂപം കൊടുക്കണു. ഈ വാസ്തവത്തിൽ നാമമില്ല രൂപമില്ല നമ്മൾ ചിന്തിക്കുന്നതായിട്ട് ഈശ്വരന്, ബ്രഹ്മത്തിന്. ആത്മാവ് എന്ന് വെച്ചാൽ നാമരൂപങ്ങൾക്കൊക്കെ അതീതനായിട്ടുള്ള അവസ്ഥയാണ്. ആ ആത്മാവിന് നമ്മുടെ മനസ്സിന് ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ രൂപം കൊടുത്തതാണ്. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്ത എല്ലാം അതാണെന്നുള്ള ഭാവത്തില്, എല്ലാമായിട്ട് വിളങ്ങുന്നത് ഒന്ന് തന്നെ എന്ന ഭാവത്തില് നമുക്ക് ഇഷ്ടപ്പെട്ട രൂപം ഏതാണോ അത് തിരഞ്ഞെടുക്കാം. പക്ഷെ അത് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനെ മാറ്റാൻ പറ്റില്ല. അത് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ആ രൂപം ഇല്ലാത്തൊരവസ്ഥ അത് ഇനിയിപ്പോ പറയുന്നുണ്ട് എന്നാണ്. ഇവിടെ നീലമേഘശ്യാമള വർണ്ണനായി മഞ്ഞപ്പട്ടുടുത്ത് ലക്ഷ്മി ദേവിയുടെ നിത്യസാന്നിധ്യം കൊണ്ട് ശ്രീവത്സം കൊണ്ടും ശോഭിക്കുന്ന മാറിടത്തോടു കൂടി ആ ഭഗവത് സ്വരൂപത്തെ ധ്യാനിക്കാനാണ് പറയുന്നത്. കിരീടം, മകരകുണ്ടലങ്ങള്, വളകള്, അരഞ്ഞാണ്, തളകള്, ഈ ആഭരണങ്ങളെ കണിഞ്ഞ് മഞ്ഞപ്പട്ട് ധരിച്ച് ശ്രീവത്സം എന്ന മറുകോടും ലക്ഷ്മി ദേവിയുടെ നിത്യസാന്നിധ്യത്തോടും കൂടിയതാണ് ഭഗവാന്റെ അഭാവം. ശംഖചക്ര കഥാപത്മങ്ങൾ ധരിച്ച 4 തൃക്കൈകള്, മാറിലെ വനമാല, കൗസ്തുഭരത്നം, അതുപോലെ പുഞ്ചിരിയാലും കാരുണ്യകടാക്ഷത്താലും ശോഭിക്കുന്ന മുഖാരവിന്ദം, അത്യന്ത സുന്ദരമായിട്ടുള്ള മുഖത്തെ നന്നായിട്ട് ധ്യാനിക്കുക. അങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തെ ധ്യാനിക്കണം എന്നാണ് ഭഗവാൻ ഉദ്ധവന് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് ഈ പ്രത്യാഹരിക്ക്, അതായത് കാതിനെ ശബ്ദത്തിൽ നിന്നും, ത്വക്കിനെ സ്പർശത്തിൽ നിന്നും, കണ്ണിനെ രൂപത്തിൽ നിന്നും, നാവിനെ സ്വാദിൽ നിന്നും, മൂക്കിനെ ഗന്ധത്തിൽ നിന്നും പിൻവലിച്ച് മനസ്സിലടക്കുക. അതിനുശേഷം ബുദ്ധി കൊണ്ട് മനസ്സിനെ ഭഗവാന്റെ സ്വരൂപത്തിൽ ഉറപ്പിക്കുക. ഭഗവത് സ്വരൂപ ധ്യാനം കൊണ്ട് ശുദ്ധമായി തീർന്ന മനസ്സിനെ ആ ഭഗവാന്റെ പുഞ്ചിരിയിൽ തന്നെ ശ്രദ്ധിച്ച് ആ പുഞ്ചിരിയിൽ ഉറപ്പിക്കുക എന്നാണ്. അങ്ങനെ ആ പുഞ്ചിരിയിൽ ഉറപ്പിച്ചു കഴിഞ്ഞാലോ പിന്നെ മനസ്സിന് വേറൊന്നും ചിന്തിക്കാതിരിക്കുക. അതോടുകൂടെ ഏകാഗ്രമായി തീർന്ന മനസ്സിന് പിന്നീട് ഹൃദയാകാശം, പിന്നെ ആ പുഞ്ചിരിയും അറിയുന്നതാണ്. അപ്പോഴും ആ മനസ്സിൽ നമ്മളൊന്നും അറിയില്ല, ഒരു ആനന്ദം എന്ന ഭാവം. എന്നിട്ടോ ആ ശുദ്ധമായി തീർന്ന മനസ്സിനെ ആ അതായത് ഹൃദയത്തിൽ നിശ്ചലമായിട്ട് നിർത്തുക. ആ ഹൃദയാകാശ ധ്യാനം കൊണ്ട് മനസ്സ് ആകാശം പോലെ നിർമ്മലമായിട്ട് തീരുന്നതാണ്, നിസ്സംഗമായിട്ട് തീരും. അതിനുശേഷം മനസ്സിന് കാരണമായിട്ടുള്ള ആത്മാവിൽ ലയിപ്പിച്ച് ഒന്നും ചിന്തിക്കാതിരിക്കുക എന്നാണ്. അതാണ് കണ്ണിന് കണ്ണുമന, അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണിനു കണ്ണുമനമാകുന്ന കണ്ണതിന് കണ്ണായിരുന്ന പൊരുളില് അതിനെ ഉറപ്പിക്കുക. ഉറച്ചാലോ അത് തന്നെയാണ് താൻ എന്ന അനുഭവത്തിലേക്ക് എത്താൻ പറ്റും. അതായത് ആ മനസ്സിന് കാരണമായിട്ടുള്ള ആത്മാവിൽ ലയിപ്പിച്ച് ഒന്നും ചിന്തിക്കാതെ ഇരിക്കുന്ന ആ നിശ്ചിന്തനായിട്ടിരിക്കുന്ന അവസ്ഥയില് സർവാത്മാവും തന്നിൽ ആത്മസ്വരൂപേണ വിളങ്ങുന്നവനുമായിട്ടുള്ള ആ എന്നില് മനസ്സിനെ ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ താനാകുന്ന ജീവത്വം പരമാത്മതത്വത്തോടുകൂടി ഏകീഭവിച്ച് ഒന്നായിട്ട് തീരും. എങ്ങനെ? 2 തിരിയിട്ട് കത്തുന്ന വിളക്കില് 2 നാളമാണ് നമ്മൾ കാണുക. ഈ 2 തിരിയെയും കൂടി ചേർത്ത് വെച്ചാലോ ഒറ്റ നാളുമായിട്ട് തീരും. ഇതുപോലെ 2 തിരികൾ കൂട്ടിച്ചേർത്താൽ ദീപനാളങ്ങൾ 2ഉം ഒന്നായിട്ട് തീരുന്നത് പോലെ ജീവനും ഈശ്വരനും ഒന്നായിട്ട് തീരണു. മനസ്സാണ് ജീവത്വത്തെ നിലനിർത്തുന്നത്. മനസ്സ് ആത്മാവിൽ ലയിക്കുന്നതോടുകൂടി ജീവഭാവം ലയിച്ച് ഇല്ലാണ്ടായിത്തീരും. അങ്ങനെയുള്ള തീവ്രമായിട്ടുള്ള ധ്യാനം കൊണ്ട് യോഗിയുടെ മനസ്സിൽ നിന്നും നാനാത്വ ഭ്രമവും, കാണുന്നവൻ, കാണപ്പെടുന്ന വസ്തു, കാണല്, ഈ രൂപത്തിലുള്ള ത്രിപുടിയും ഇല്ലാണ്ടായിട്ട് തീരും. ഇങ്ങനെ ധ്യാനത്തിലൂടെ ആ ജീവന് മോക്ഷപ്രാപ്തിയിലേക്ക് എത്താൻ പറ്റും എന്ന് പറയുക. ഇങ്ങനെയാണ് ധ്യാനത്തിലൂടെ നമുക്ക് ആത്മപ്രാപ്തി സാധിക്കുന്നത് എന്ന് കാണിച്ചു തരികയാണ്. അങ്ങനെയാണ് ഈ 14ാമത്തെ അധ്യായത്തെ അവസാനിപ്പിക്കുന്നത്. ഇനി ഇങ്ങനെ മനസ്സ് ആ ഭക്തി കൊണ്ടൊക്കെ ശുദ്ധമായി ആത്മാവിൽ ലയിച്ച് ഒന്നായിട്ട് തീർന്ന് ഈ ധ്യാനമൊക്കെ ശീലിച്ച് ആ ധ്യാനത്തിലൂടെ മനസ്സിന്റെ ആ ഒരു ഉറപ്പൊക്കെ കിട്ടുന്ന സമയത്തെ ചില സിദ്ധികളൊക്കെ ഉണ്ടാകുന്ന കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് സിദ്ധികൾ എത്രയാണ് ഭഗവാനെ എന്ന് ചോദിക്കുകയാണ് ഉദ്ധവൻ. ഇനി ആ സിദ്ധിയെ കുറിച്ചാണ് അടുത്ത അധ്യായത്തിൽ പറയുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അനുസ്മരിക്കാം. ഏതായാലും ഇന്നത്തെ ആ സത്സംഗം ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിച്ച് ഇവിടെ നിർത്താം. ഇന്ന് ഈ ജ്ഞാനയജ്ഞ സമർപ്പണം നടത്തി ധന്യരായിട്ടുള്ള മഹാത്മാക്കളാണ് 3 കൂട്ടരുണ്ട്. പ്രവീൺ ഉത്രാടം, അതായത് തിരുവനന്തപുരത്തുള്ള പട്ടം എന്ന സ്ഥലത്ത് ഹേമലത അവരുടെ പുത്രനാണ് ഈ പ്രവീൺ. അദ്ദേഹത്തിന്റെ പിറന്നാളാണ്, ജന്മദിനാണെന്ന്. അപ്പോ ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ആ പ്രവീണിന് ആ ഗുരുവായൂരപ്പൻ എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും
അതായത് എല്ലാവിധ അനുഗ്രഹങ്ങളും ഭഗവാൻ അതായത് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കണം എല്ലാവരും. ആ പിറന്നാൾ ആഘോഷിക്കുന്ന അദ്ദേഹത്തിന് അതായത് ആയുരാരോഗ്യ സൗഖ്യം പ്രദാനം ചെയ്യുന്ന ആളാണല്ലോ ശ്രീ ഗുരുവായൂരപ്പൻ. ആ ഗുരുവായൂരപ്പൻ പൂർണ്ണമായിട്ട് അവർക്ക് ആ ആയുരാരോഗ്യ സൗഖ്യങ്ങൾ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ അദ്ദേഹത്തിന്റെ മനസ്സ് ഏതൊരാഗ്രഹം വെച്ചിട്ടാണോ നമ്മൾ ഈ യജ്ഞസമർപ്പണം എന്ന കർമ്മം നിർവഹിച്ചത്, ആ ആഗ്രഹം സാധിപ്പിച്ച് മനസ്സ് തീർത്തും ശുദ്ധമായി തീർന്ന് ആ മനസ്സിൽ ഭഗവാനെ അനുഭവിക്കാനും അതുവഴി ജന്മസാഫല്യം നേടാനും ഈ ലോകത്തില് ഇഹത്തിലുള്ള ജീവിതം വളരെ ഐശ്വര്യ സമ്പൂർണമാകാനും അതുപോലെ ഫലത്തിൽ അദ്ദേഹത്തിന് ശ്രേയസ്സും ഉണ്ടാവട്ടെ എന്ന് ഈ സത്സംഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാ ശ്രോതാക്കളായിട്ടുള്ള എല്ലാ ഭക്തന്മാരും മനസ്സിൽ ഭഗവാനെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക. അദ്ദേഹം ചെയ്തിരിക്കുന്ന വലിയൊരു സൽക്കർമ്മമാണ്. അദ്ദേഹം ആ യജ്ഞസമർപ്പണമാകുന്ന സൽക്കർമ്മം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്കിപ്പോ ഭഗവാനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ കേൾക്കാനും പറയാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റുന്നത്. അത് ഒരിക്കലും നശിക്കാത്ത ഒരു ഭാവമാണ് ഈ അതായത് ഈ സമർപ്പണം എന്ന ഭാവം. പലതും ബാക്കിയൊക്കെ നശിച്ചു പോകും. ഈ ചെയ്ത സത്കർമ്മം ഉണ്ടല്ലോ അതിന്റെ ഫലം ഒരിക്കലും നശിക്കില്ല. പറഞ്ഞതുപോലെ ആ വംശത്തിന് തന്നെ പരിശുദ്ധിയെ കൊടുക്കും. അത് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ആളാണ് ദീപ. ഉത്രാട നക്ഷത്രക്കാരിയാണ്. കോട്ടയത്തുള്ള ഉമാദേവി അവരുടെ പുത്രിയാണ്. ദീപയ്ക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഗുരുവായൂരപ്പന് ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ ഇഹത്തിലുള്ള ജീവിതം ഐശ്വര്യ സമ്പൂർണമായിട്ട് തീരട്ടെ. അതുപോലെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ പ്രാപിക്കാനും അവർക്ക് കഴിയട്ടെ എന്ന് എല്ലാവരും മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക. ഇങ്ങനെയുള്ള ജ്ഞാനയജ്ഞത്തിന്റെ സമർപ്പണാദി കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് അത് പൂർവ്വജന്മ സുഹൃത്തുള്ള ജീവന്മാർക്ക് മാത്രമേ കഴിയുള്ളൂ. എല്ലാവർക്കും അതൊന്നും കഴിയില്ല. ഇപ്പോ തീർച്ചയായിട്ടും ഇവരൊക്കെ പൂർവ്വജന്മത്തിൽ സുഹൃതം ചെയ്ത കൂട്ടർ തന്നെയാണ്. അതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു സൽക്കർമ്മം നടത്താൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഗുരുവായൂരപ്പന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും അവർക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ അടുത്ത ആളാണ് വിജയമ്മ മേനോൻ. ഉത്രാട നക്ഷത്രമാണ്. ഇന്ന് അവരുടെ പിറന്നാളാണ്. അപ്പോ ആ പിറന്നാൾ ആഘോഷിക്കുന്ന അതായത് നാഗ്പൂരിലുള്ള മണികണ്ഠ മേനോന്റെ വൈഫാണ്. അവർക്കും അവരുടെ കുടുംബത്തിനും ശ്രീ ഗുരുവായൂരപ്പന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. ആയുരാരോഗ്യ സൗഖ്യം അവർക്ക് കൊടുക്കട്ടെ എന്ന് ഈ സത്സംഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാ ശ്രോതാക്കളും മനസ്സിൽ ഭഗവാനെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക. അവരുടെ ആ ജന്മം തന്നെ ആ ഇഹത്തിലും പരത്തിലും ശ്രേയസ്സിനായിട്ട് ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. കാരണം അവരുടെ ഈ ഇഹത്തിലുള്ള ജീവിതം ധന്യമാകുന്നുള്ളതിന് ആ പ്രത്യക്ഷമായിട്ടുള്ള തെളിവാണ് ഇന്നത്തെ യജ്ഞസമർപ്പണം. അവർക്ക് നടത്തണമെന്ന് തോന്നിയില്ലോ. ഇതിനാണ് നമുക്ക് ജന്മം കിട്ടിയിരിക്കുന്നത്. എന്തിനാ കിട്ടിയ ഈ ശരീരം കൊണ്ട് സത്കർമ്മങ്ങൾ ചെയ്യാൻ. ഈ സൽക്കർമ്മത്തിന്റെ ഫലം ഒരിക്കലും നശിക്കില്ല. മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് അതിന്റെ ഫലമൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ഇല്ലാണ്ടാവും. ഇവിടെ അതല്ല. ഇത് ശരിക്ക് ഏറ്റവും മഹത്തായിട്ടുള്ള കർമ്മമാണ്. നശിക്കാത്തതായിട്ടുള്ള ഈശ്വരനെ കുറിച്ച് പറയുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കി തീർക്കുകയാണ്. അപ്പൊ അതിന് കിട്ടുന്ന ഫലവും അക്ഷയമാണ്, നശിക്കില്ല. ആ നിലയിലേക്ക് ഉയരാനായിട്ട് കഴിയട്ടെ. അവർക്ക് അവരുടെ വംശത്തിന് തന്നെ അവരുടെ തറവാട്ടിന് തന്നെ ശ്രീ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം പൂർണ്ണമായിട്ട് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സത്സംഗത്തെ ഭഗവത് പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കാം. കായേന വാചാ മനസ്സേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.